latest attack in Pahalgam has understandably generated deep anger in Jammu and Kashmir and in other parts of India. It was deemed essential that the perpetrators and planners of the 22nd April attack be brought to justice. ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था. ഇന്ത്യൻ വനിതകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ച ഭീകരതയ്ക്ക് എക്കാലവും ഓർത്തിരിക്കുന്ന തിരിച്ചടി നൽകി രാജ്യം. പുലർച്ചെ 1:04 മുതൽ 1:29 വരെ നീണ്ട വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ ഒന്നൊന്നായി നിലംപൊത്തി. പാകിസ്ഥാൻ ഒരു ദുസ്വപ്നത്തിലും കരുതിയിട്ടുണ്ടാകില്ല ലഷ്കർ ഇ തയ്യബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ബേസ് ക്യാമ്പുകൾക്ക് മേലെ മിസൈൽ വർഷമുണ്ടാകുമെന്ന്. ബിൻ ലാദന്റെ പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ ലഷ്കർ ഇ തയ്യബയുടെ രാവണൻ കോട്ട മർക്കസ് ഇ തയ്യബ തരിപ്പണമാക്കിയെന്ന് മാത്രമല്ല, കമാൻഡർ ഹഫീസ് അബ്ദുൽ മാലിക്കിനെ കാലപുരിക്കയക്കുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം. 3 പതിറ്റാണ്ടായി നൂറുകണക്കിന് ഇന്ത്യക്കാരുടെ കണ്ണീര് വീഴ്ത്തിയ ജയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസർ ഇന്ന് കരഞ്ഞു. സഹോദരിയും മരുമകനും അടുത്ത അനുയായികളുമടക്കം 14 പേരുടെ ശവമഞ്ചങ്ങൾക്ക് നിസ്സഹായനായി യാത്രാമൊഴി നൽകേണ്ടി വന്നു. ഇന്ത്യയെ മുച്ചൂടും മുടിക്കുമെന്ന് പ്രഖ്യാപിച്ച കൊടും ഭീകരന് അസറിന്റെ മർക്കസ് സുബനല്ല, പൊടിക്കൂമ്പാരം മാത്രമാണിന്ന്. പാക് അധീന കശ്മീരിലെ കോട്ട്ലയിൽ തുടങ്ങി സിയാൽകോട്ടിലെ ഹിസ്ബുൾ മുജാഹിദിന്റെയും തെഹ്റാക്കലാനിലെ ജയ്ഷിന്റെയും ഭീകര ക്യാമ്പുകൾ തകർത്ത ശേഷമാണ് ഇന്ത്യൻ സേന നിർത്തിയത്. തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു ഇന്ത്യ. ഇപ്പോൾ തന്നെ മതിയായി പാകിസ്ഥാന്, നിർത്താമെന്ന് പറയുന്നു പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. പാക് ഭീകരരുടെ ഉറക്കറകളെ ഏറെക്കാലം കിടിലം കൊള്ളിക്കും ഈ മിന്നലാക്രമണം എന്നുറപ്പ്. ഇവിടം കൊണ്ട് നിർത്തിയാൽ അത്രയും നന്ന്. ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ ജേക്കബ് തെരകൻ, റിട്ടയർഡ് മേജർ ശ്രീ മേജർ രവി, അധ്യാപകൻ AM ഷിനാസ്, ഈ ആക്രമണത്തിന് ദൃക്സാക്ഷിയായിരുന്ന പെഹൽഗാം ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ലാവണ്യ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ, BJP നേതാവ് B ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ. ആദ്യം ശ്രീ ജേക്കബ് തെരകൻ. വിക്രം മിശ്രി ഇന്ന് വിശദീകരിച്ചത് ഇന്ത്യയുടെ ആക്രമണം മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷനേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ എന്നാണ്. ഏതെങ്കിലും ലോകരാജ്യത്തിന് കുറ്റം പറയാൻ കഴിയുമോ ആ ആക്രമണത്തെ? ഒരു കാരണവശാലും ഇന്ത്യയുടെ റെസ്പോൺസിനെ ഒരു രാജ്യവും കുറ്റം പറയാൻ സാധിക്കില്ല. അവിടെ നല്ല എക്കോ വരുന്നുണ്ട്. കട്ട് ചെയ്യാം. എന്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ഓക്കെ. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അവർ റെസ്പോൺസ് വിൽ ബി മെഷേർഡ്. ഇന്ന് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ക്ലാരിഫൈ ചെയ്തു എല്ലാവർക്കും വേണ്ടി. നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ്റെ മിലിറ്ററി ബേസസോ അതോ അവരുടെ സിവിലിയൻ ഏരിയാസോ അല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അതിൻ്റെ കാരണം തന്നെ നോൺ എസ്കലേറ്ററി ആകാൻ വേണ്ടിയുള്ള ഒരു എക്സ്പ്ലനേഷനാണത് പറഞ്ഞത്. പിന്നെ നമ്മൾ ലക്ഷ്യം വെച്ചതെല്ലാം പാകിസ്ഥാനിൽ വേരുറച്ച് അവിടെ നിന്നും ലോകത്തെങ്ങും വ്യാപിപ്പിക്കുന്ന ടെററിസ്റ്റ് ഭീകരവാദികളുടെ സങ്കേതങ്ങളെ മാത്രമാണ് നമ്മൾ ഇന്ന് ഉന്നം വെച്ചത്. അത് വളരെ ആക്യുറേറ്റായിട്ട് ലക്ഷ്യത്തിൽ നിന്ന് ഒട്ടും പിഴയ്ക്കാതെ തന്നെ അവിടെ എത്തി എന്ന് പറയാം. ഞാൻ നമ്മുടെ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ദി റെസ്പോൺസ് വിൽ ബി സ്പെക്ടാക്കുലർ. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടന്നു. അത് വളരെ ഇതും പറഞ്ഞിരുന്നു, ചുമ്മാതൊരു ഏരിയയ്ക്കല്ല, വളരെ പിൻ പോയിൻ്റഡ് ടാർഗറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ തന്നെ ആയിരിക്കും അതും നടന്നു. ഇനി താങ്കൾ പറഞ്ഞത് നമ്മൾ നോൺ എസ്കലേറ്ററി ആണെങ്കിലും പാകിസ്ഥാൻ സേനയ്ക്ക് നമുക്ക് മറുപടി തരാതിരിക്കാൻ സാധിക്കില്ല. അവർ തന്നേ മതിയാകൂ. കാരണം അവരുടെ നിലനിൽപ്പ് ആൻറ്റി ഇന്ത്യ അല്ലെങ്കിൽ ആൻറ്റി ഭാരതത്തിനെതിരെയുള്ള സ്റ്റാൻഡിംഗ് ആണ് അവരുടെ നിലനിൽപ്പ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷേ അത് സാരമായ എന്തെങ്കിലുമാണോ അല്ലയോ എന്നുള്ളത് ഈ വരുന്ന 24 മണിക്കൂർ നമുക്ക് കാണിച്ചു തരും. തീർച്ചയായിട്ടും ഇപ്പോഴും അതിർത്തി അശാന്തമാണ്. പാകിസ്ഥാന്റെ റിട്ടാലിയേറ്ററി ഫയർ ഉണ്ടായിരുന്നു. സിവിലിയൻസ് ആണ് ടാർഗറ്റ്. ഇതിനോടകം തന്നെ 15 സിവിലിയൻസിന്റെ മരണം ഇന്ത്യൻ അതിർത്തിയിൽ, ഇന്ത്യൻ ഭാഗത്ത് കൺഫേം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ ഇത് തുടരുകയാണെങ്കിൽ, ഇന്ത്യൻ സിവിലിയൻസിനെ ആക്രമിക്കുന്നത് തുടരുകയാണെങ്കിൽ ഇതുകൊണ്ട് അവസാനിക്കില്ലല്ലോ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആക്ച്വലി ഇതിന് 2-3 ഘടകങ്ങളുണ്ട് മനസ്സിലാക്കേണ്ടത്.
ബോർഡർ സ്കെമിഷസ് എസ്കലേറ്ററി ആയിട്ട് നാം കാണാറില്ല. അത് ലോക്കലൈസ്ഡ് ആണ്, അതിന് ലോക്കൽ മറുപടി കൊടുക്കും. നമുക്ക് വന്ന നാശനഷ്ടങ്ങൾക്ക് പകരം അവിടെ തന്നെ വീട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ എസ്കലേറ്ററി ഞാൻ കാണുന്നത് അവിടുന്ന് മിസൈൽ അറ്റാക്ക് ഹിൻഡർലാൻഡ്, അതായത് നമ്മളുടെ അകത്തോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവർ മിസൈൽ അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക് നമ്മുടെ എയർ ബേസസിനോ വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് എസ്കലേറ്ററി ആയിരിക്കും. പക്ഷേ അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അത് 100% നടക്കും. പക്ഷേ ഈ ബോർഡറിൽ നടക്കുന്ന ഫയറിങ് സാധാരണയായി നടക്കുന്നതാണ്. ഇത് നാം മുൻകൂട്ടി കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് അവിടെയുള്ള ബങ്കേഴ്സ് എല്ലാം വൃത്തിയാക്കുകയും ആൾക്കാരെയൊക്കെ അവിടെ ആക്കിയതൊക്കെ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ്. ഇതൊരു കൊളാറ്ററൽ ഡാമേജ് ആണ്. അതിന് പകരം വീട്ടിയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. യെസ്, ശ്രീ എം ഷിനാസ്, മർക്കസ് സുബനല്ല ജെയ്ഷെ മുഹമ്മദിന്റെ ബഹവൽപൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. മസൂദ് അസർ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അവിടെ മസൂദ് അസറിന് സ്വന്തം സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും മരുമകനെയും അടക്കം 10 ബന്ധുക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 4 ഉറ്റ അനുയായികളെ, 3 അനുയായികളെയും ഒരു അനുയായിയുടെ അമ്മയെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. മസൂദ് അസറിനെ സംബന്ധിച്ച് മസൂദ് അസറിന്റെ ജീവിതത്തിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ദുഃഖകരമായ ദിവസമായിരിക്കും ഇത്. അതുപോലെ തന്നെയാണ് മർക്കസ് ഇ തയ്യിബ, ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ലാഹോറിനടുത്തുള്ള ഈ മുരീഡ്കയിലുള്ള തയ്യിബ, അവിടെ ബിൻ ലാദൻ പണം കൊടുത്തുണ്ടാക്കിയിട്ടുള്ള ടെറർ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നീരാളിയെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൈകൾക്കപ്പുറത്ത് തലയിൽ തന്നെ അടിച്ചു എന്ന് പറയാം. ഒരുപക്ഷെ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ഈ സംഘടനകളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ആക്രമണമായി പോയോ? ഇല്ല, ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായി നടത്തിയ ഈ ആക്രമണം വളരെ പ്രിസിഷൻ ഉള്ള ആക്രമണമായിരുന്നു. അത് ഭീകരവാദ ക്യാമ്പുകളെയും ഭീകരവാദ ലോഞ്ചിങ് പാഡുകളെയും ലക്ഷ്യമാക്കിയാണ് 9 സ്ഥാനങ്ങൾ ആക്രമിച്ചത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ മുരീദ്ഖയിലെ ലഷ്കർ ഇ തയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, മുസഫറാബാദിലെ ഒരു പ്രത്യേക സ്ഥലം ഉണ്ട്. ആ 9 സ്ഥലങ്ങളിൽ അത് ഹിസ്ബുൽ മുജാഹിദീൻ്റെ ഒരു കേന്ദ്രമാണ്, അവിടെയും ആക്രമിച്ചു. പിന്നെ ലോഞ്ചിങ് പാഡ്സ് ആക്രമിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനവാസ കേന്ദ്രങ്ങളെയോ സിവിലിയൻസിനെയോ അതുപോലെ പാകിസ്ഥാൻ്റെ സൈനികാസ്ഥാനങ്ങളെയോ സൈനിക സ്ഥാനങ്ങളെയോ ഇന്ത്യ ലക്ഷ്യം വെച്ചില്ല എന്നത് തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാന് തിരിച്ചടിക്കും. പക്ഷേ പാകിസ്ഥാൻ്റെ തിരിച്ചടിയെ ചെറുക്കാനുള്ള ഏതാണ്ട് സംവിധാനങ്ങളൊക്കെ ഇന്ത്യ പഴുതില്ലാതെ ഒരുക്കാനൊന്നും പറ്റില്ല. പാകിസ്ഥാന് ചില സർപ്രൈസ് അറ്റാക്കൊക്കെ നടത്താൻ പറ്റും. മാത്രമല്ല, പാകിസ്ഥാൻ എന്ന രാജ്യം 1947 മുതൽ പാർട്ടിഷൻ സംഭവിക്കുന്നത് മുതൽ അതിൻ്റെ നിലനിൽപ്പ് ഇന്ത്യ വിരുദ്ധതയാണ്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രത്യയശാസ്ത്ര ചട്ടക്കൂട് ഇന്ത്യ വിരുദ്ധത എന്ന ഒരു കാര്യത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ പാകിസ്ഥാനിലെ സ്കൂൾ പാഠപുസ്തകങ്ങൾ പരിശോധിച്ചാലും അല്ലെങ്കിലും അപ്പോൾ മാറി മാറി വന്ന പാക് സർക്കാരുകളും പാക് സൈനിക തലവന്മാരുമൊക്കെ ഇന്ത്യ വിരുദ്ധത ഇല്ലെങ്കിൽ പാകിസ്ഥാനില്ല. അപ്പോൾ പാകിസ്ഥാൻ മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ പാകിസ്ഥാനിലെ അസീം മുനീറിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ പലരും ഉദ്ധരിച്ച കാര്യങ്ങൾ ഒഴികെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ആദ്യമായി കലിമയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രം പ്രവാചകന്റെ കാലത്ത് മദീനയിലായിരുന്നു. അതിനുശേഷം കലിമ ചൊല്ലി കലിമയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രം പാകിസ്ഥാനാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ മതസ്വത്വം, മതതന്മ ഊട്ടി ഉറപ്പിക്കുന്ന പ്രസംഗമാണ് പഹൽഗാം ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് മുനീർ നടത്തിയത്. ജസ്റ്റിസ് മുനീർ പലതരം ആഭ്യന്തര പ്രശ്നങ്ങളും നേരിടുന്നു. മാത്രമല്ല, അതൊക്കെ ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മുനീറിന് വേണ്ടിയിരുന്നത് ഒരു ലിമിറ്റഡ് വാറാണ്. അതിപ്പോൾ ഇന്ത്യ വളരെ കൃത്യതയോടെ വ്യക്തമായി ഈ ടെറർ, ഭീകരവാദം എവിടുന്ന് പുറപ്പെടുന്നുവോ ആ സ്ഥലങ്ങളെയാണ് ആക്രമിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ പാകിസ്ഥാൻ അങ്ങനെ ആക്രമിക്കാൻ
ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ ഭീകരവാദത്തെ, പാകിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമിയെ, അല്ലെങ്കിൽ ഖൈബർ പഖ്തൂൺഖ്വയിലെ തെഹ്രീക്ക് താലിബാനെ ഇവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ? ഇവിടെ അവരുടെ ക്യാമ്പുകളുണ്ടോ? ഇവിടെ അവരുടെ ആസ്ഥാനങ്ങളുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ പാകിസ്ഥാൻ എന്തായാലും തിരിച്ചടിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന സൈനിക മേധാവി, ഈ അസീം മുനീർ എന്ന സൈനിക മേധാവിയുടെ ഈ അൺപോപ്പുലാരിറ്റിയും ക്രെഡിബിലിറ്റി ഇല്ലായ്മയും വിശ്വാസ്യത ഇല്ലായ്മയും പാക് സമൂഹത്തിൽ മൊത്തം സൈന്യത്തിന് ഇതപര്യന്തമുണ്ടായ അൺപോപ്പുലാരിറ്റിയും കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ഇത് ഒരു മേഖലാ യുദ്ധമായി മാറരുതെന്ന് പുടിൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ജപ്പാൻ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെയാണെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യങ്ങൾക്കുള്ള നയതന്ത്രജ്ഞ ഡിപ്ലോമാറ്റ് ആയിരുന്ന ഖജ കല്ലാസ് എന്ന വനിത ഈ ഇരു രാഷ്ട്രങ്ങളോടും സംയമനം പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും ടെറർ അറ്റാക്ക് എന്ന വാക്ക് പോലും ഉപയോഗിച്ചില്ല. മാർക്കോ റൂബിയോ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ പറഞ്ഞത് ഇത് നിങ്ങൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം, മാത്രമല്ല ആത്മസംയമനം പാലിക്കണം, കൂടുതൽ എസ്കലേഷൻ പാടില്ല, സ്പൈറലിംഗ് പാടില്ല. JD വാൻസ് പറഞ്ഞതും മേഖലാ യുദ്ധത്തിലേക്ക് ഇത് വഴിമാറിക്കൂടാം. റഷ്യയുടെ സെർഗേയ് ലാവ്റോവ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഡിസഗ്രിമെൻറ്റ്സ് ഡയലോഗിലൂടെ സെറ്റിൽ ചെയ്യണം, വിയോജിപ്പുകൾ ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ നടത്തിയ ഈ വളരെ പ്രിസിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അങ്ങനെ എതിർക്കാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും. അതേസമയം ഇത് ഒരു മേഖലാ യുദ്ധമായി മാറുന്നത് ഈ ലോകരാജ്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്തായാലും അത് പല തലങ്ങളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആരും ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇന്നിപ്പോൾ ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്യവേദിയായിരുന്നു. ടെറർ ലോഞ്ച് പാഡുകളെ ലക്ഷ്യം വെച്ച് കൃത്യമായി ആ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. അത് തന്നെ വിശദീകരിക്കപ്പെട്ടു. അത് ഒരേ സമയം ഡിറ്ററൻറ്റും പ്രിയംറ്റീവുമാണ് എന്ന്. വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യയുടെ സ്വയരക്ഷയെ കരുതി അങ്ങനെ ആക്രമണം നടത്താം. അങ്ങനെ ആക്രമണം നടത്തരുത് എന്നൊരു ലോകരാജ്യവും പറയില്ല. കാരണം സ്വയരക്ഷ എന്നുള്ളത്, പ്രതിരോധം എന്നുള്ളത് ഒരു അവകാശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതിനപ്പുറത്ത് ഇന്ത്യ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പകരം വിട്ടി എന്നുള്ളതിനപ്പുറത്ത് ഇത് ഒരു യുദ്ധത്തിലേക്ക് വികസിക്കാനുള്ള സാധ്യതയില്ലല്ലോ. എസ്കലേഷനിലേക്ക് ഇന്ത്യ പോകാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് താങ്കളുടെ പക്ഷം? ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ നമ്മുടെ എല്ലാം സംരക്ഷിക്കപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിയ സേനാ നായകന്മാർക്കും സേനയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എനിക്ക് വളരെ ധാരാളം യുദ്ധങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും വായിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്ര മനോഹരമായിട്ട് വളരെ എന്താ പറയുക, ഒരു ഡിസിപ്ഷൻ കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ഒരു കാരണവശാലും എതിരാളിയെ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ വരച്ച് എതിരാളികളെ ഒളിപ്പിച്ച്, എന്നാൽ നാം ചെയ്യേണ്ടത് വളരെ കൃത്യമാർന്ന, അതിന് ആ ഡിസെപ്ഷൻ എന്നുള്ള വാക്കാണ് ഏറ്റവും ബെസ്റ്റ്, കൃത്യമാർന്ന രീതിയിൽ ആക്രമിക്കുകയും നമ്മുടെ അഭിമാനം കാത്ത് 25 മിനിറ്റിനുള്ളിൽ 24 മിസൈലുകൾ വിട്ട് 9 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്ത് 90ഓളം ആളുകളെ ഇല്ലാതാക്കിയ, ഉന്മൂലനം ചെയ്ത, എന്നാൽ ഒരൊറ്റ സിവിലിയന് പോലും പരിക്കില്ലാതെ വളരെ കൃത്യമായി ചെയ്യേണ്ടത് മാത്രം ചെയ്ത് വളരെ വേഗതയോടെ തിരിച്ചു വന്ന് LOC ക്രോസ് ചെയ്യാതെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സൈന്യത്തെയോ സൈന്യ മേഖലയോ ആക്രമിക്കാതെ നാം എന്താണോ പറഞ്ഞത് അത് കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ഇത്ര മനോഹരമായിട്ട്, കാരണം സാധാരണ യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച
അതുകൊണ്ട് ഞാൻ ആ ഡിസപ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ആദ്യത്തെ ഒരാഴ്ച അവർ ഭയങ്കര ഗാർഡിങ് ആയിരുന്നു. ആ ഒരാഴ്ചത്തെ ഗാർഡിങ് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ ഗാർഡിങ് കുറഞ്ഞു. എന്നാൽ അതേ സമയത്തോ ഒരൊറ്റ സൈനികൻ്റെ ലീവ്, ആ ലീവ് ക്യാൻസൽ ചെയ്തില്ല. അപ്പം സൈനികരുടെ ലീവ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അനിവാര്യമായ യുദ്ധത്തിൻ്റെ ഒരു അടവാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. ആ ലീവ് ക്യാൻസൽ ചെയ്തില്ല. എന്നാൽ അതേ സമയത്ത് അമ്യുനേഷൻ ഫാക്ടറിയിൽ, ഓർഡിനൻസ് ഫാക്ടറിയിൽ ലീവ് കൊടുത്തില്ല, അവിടെ ലീവ് ക്യാൻസൽ ചെയ്തു. അതിനർത്ഥം എന്താ? അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടേ ഉള്ളൂ, ഇവന്മാരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല എന്ന് പാകിസ്ഥാൻ ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം അത് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഈ മോക്ക് ഡ്രില്ലുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ മോക്ക് ഡ്രില്ലൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ മോക്ക് ഡ്രില്ലൊക്കെ പരിശോധിക്കുക, പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇങ്ങോട്ടടിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ മോക്ക് ഡ്രില്ലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ ഇരിക്കുമ്പോൾ മോക്ക് ഡ്രില്ല് നടക്കുന്നതിൻ്റെ തലേ ദിവസം അരമണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ഭസ്മമാക്കി, താങ്കളുടെ അഭിലാഷിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് പോലെ എന്ന് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക 26/11 അടക്കം അതിനടക്കം ഉള്ള ഒരു അതിശക്തമായ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. സ്വതന്ത്ര ഭാരതത്തിൽ LOC കടക്കാതെ ഏതാണ്ട് 526 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വീഴുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണം ആദ്യമായിട്ട് തന്നെയാണ് നടപ്പാക്കിയത് എന്നാണ് പ്രതിരോധ വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതൊരു വലിയ യുദ്ധമായി മാറാതിരിക്കട്ടെ. പക്ഷേ അതേ സമയത്ത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം, താങ്കൾ ചോദിച്ച ചോദ്യമാണ്, അവരുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിലനിൽക്കണമെങ്കിൽ തിരിച്ചടിക്കണം. അതിനുവേണ്ടിയാണ് ഈ പാവങ്ങളായിട്ടുള്ള സിവിലിയൻ ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ഭാരതം, ഒറ്റ വരിയിൽ ഞാൻ തീർക്കാം, അതേ സമയത്ത് ഭാരതം ഒറ്റ മനസ്സോടുകൂടി, ഒരു ചിന്തയോടുകൂടി, ഇവിടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നായി ഒരു ഏറ്റവും വലിയ ഐക്യത്തോടു കൂടി, ഒന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 3 സേനകളുടെയും ഐക്യം ഈ അറ്റാക്കിൽ നമുക്ക് വളരെ പ്രകടമാണ്. സാധാരണ അത് ഉണ്ടാവാറില്ല. എന്നാൽ 3 സേനകളും ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് ഏത് രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടായാലും അതിനെ സജ്ജമായി, അതിനെ നേരിടാൻ തക്ക രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു സിന്ദൂർ 1 മാത്രമേ ആയിട്ടുള്ളൂ. സിന്ദൂർ 2, 3 ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ട്. അത് ഉണ്ടാവാതിരിക്കട്ടെ. പാകിസ്ഥാൻ ഇതിലെങ്കിലും പാഠം പഠിക്കട്ടെ എന്നാണ് അങ്ങ് പറയുന്നത്. ഓക്കെ, ശ്രീ സന്ദീപ് വാര്യർ, അരമണിക്കൂർ തികച്ചെടുത്തില്ല, 25 മിനിറ്റ്, 9 ടെറർ ലോഞ്ച് പാഡുകളാണ് അല്ലെങ്കിൽ ടെറർ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. നോക്കൂ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാർലമെന്റ് അറ്റാക്ക്, അക്ഷർധാം ആക്രമണം, മുംബൈ ഭീകരാക്രമണം, ഉറി, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ 2019 നടന്നിട്ടുള്ള ആക്രമണം, ഇതെല്ലാം കഴിഞ്ഞ് പഹൽഗാം വരെ പല ഭീകരാക്രമണങ്ങളുടെയും ചുക്കാൻ പിടിച്ച ആസൂത്രണം നടന്നിട്ടുള്ള പാകിസ്ഥാനിലെ ടെറർ ഔട്ട്ലെറ്റുകൾ അക്ഷരാർത്ഥത്തിൽ ഭസ്മമാക്കുക എന്ന സമീപനത്തിലേക്ക് പോവുക, അതെല്ലാവരും പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ ആയ കാര്യമാണ്. അത് നടന്നിരിക്കുന്നു. ഇത് ടെററിസത്തിന്, ഭീകരവാദത്തിന് ഇനി തലപൊക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രഹരമാണ് എന്ന് കരുതുന്നുണ്ടോ? നോക്കൂ, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തിനെതിരായി രാജ്യം സ്വീകരിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിക്ക് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം 140 കോടി ജനങ്ങളും ഇന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ തീരുമാനത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും. അതിന് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു നിമിഷത്തിൽ രാജ്യത്തിനൊപ്പം, സൈന്യത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. നമ്മുടെ ധീരരായ സൈനികർക്കൊപ്പം ഇന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്ന് അതിക്രമണം നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങൾക്കും ഒപ്പമാണ് രാജ്യം മുഴുവനായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ്റെ ചില പ്രൊപ്പഗണ്ടകളൊക്കെ നടക്കുന്നുണ്ട്, ക്ലെയിമുകളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം വാസ്തവവിരുദ്ധമാണ്. പാകിസ്ഥാൻ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമയത്ത് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ. നമുക്ക് ഓർമ്മയുണ്ടാകും, 1971 ധാക്കയിൽ പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായി കീഴടങ്ങിക്കഴിഞ്ഞിട്ടും പാകിസ്ഥാനിലെ ജനങ്ങൾ അക്കാര്യം അറിയുന്നത് 1-2 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ പാകിസ്ഥാനകത്ത് പാകിസ്ഥാൻ്റെ സൈന്യവും അവിടുത്തെ സൈന്യം നിയന്ത്രിക്കുന്ന മീഡിയയും എല്ലായ്പ്പോഴും അവരുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കും.
ആ ഒരു പ്രൊപ്പഗണ്ട പലപ്പോഴും ഇപ്പോൾ ലോകത്തെ എല്ലാ മാധ്യമങ്ങളും കിട്ടുന്നൊരു കാലമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും ആ ഒരു പ്രൊപ്പഗണ്ട പല ആളുകളും കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രൊപ്പഗണ്ടകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഇന്ത്യൻ സൈന്യം അതിശക്തമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ അടിവേരറക്കുന്ന ഈ സമീപനവുമായിട്ട് നമുക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ്. നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികളുടെ ജീവൻ എടുത്ത പാകിസ്ഥാൻ ഭീകരന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 140 കോടി ജനങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു തർക്കവുമില്ല. ഇവിടെ നോക്കൂ, ഇതുകൊണ്ട് മാത്രം നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഭീകരവാദം എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു പ്രത്യയശാസ്ത്രമാണ്. അതിന് പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം, പാകിസ്ഥാൻ എന്നൊരു രാജ്യം അവിടെയുണ്ട്. അവർ ഒരു മോഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത മോഡ്യൂൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. പാകിസ്ഥാൻ്റെ ഇന്ത്യ വിരുദ്ധ നയത്തിൻ്റെ ഭാഗമായി ദീർഘകാലമായി ഇന്ത്യയെ 100 കഷ്ണങ്ങളാക്കി രക്തം ചിന്തിക്കുക എന്ന പാകിസ്ഥാൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സർക്കാർ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദികൾക്ക് പരിശീലനം എല്ലാം നൽകുന്നത്. ഇപ്പോൾ നോക്കൂ, ഇന്ന് ആ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ശവസംസ്കാരത്തിൽ പാകിസ്ഥാൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ പതാക പതച്ചിരിക്കുകയാണ്. എന്തൊരു നാണക്കേടാണിത്. കാർഗിൽ യുദ്ധ സമയത്ത് സ്വന്തം സൈനികരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും വിസമ്മതിച്ച ഒരു സൈന്യമായിരുന്നു പാകിസ്ഥാൻ സൈന്യം എന്ന് ഓർക്കണം. മറുവശത്ത് ഇന്ത്യൻ സൈന്യം ഒരു പ്രൊഫഷണൽ സൈന്യമാണ്, പൂർണ്ണമായും പ്രൊഫഷണൽ സൈന്യമാണ്, അച്ചടക്കമുള്ള സൈന്യമാണ്. തങ്ങളുടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചാൽ ഏറ്റവും ഉന്നതമായ ആദരവ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ മികവാർന്ന സൈന്യമാണ് ഇന്ത്യയുടേത്. മറുവശത്ത് സ്വന്തം സൈനികൻ കൊല്ലപ്പെട്ടാൽ ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും വിസമ്മതിക്കുന്ന പാരമ്പര്യമുള്ള ഒരു സൈന്യമാണ് പാകിസ്ഥാൻ്റേത്. പാകിസ്ഥാൻ്റെ സൈന്യം എന്ന് പറയുന്നത് അവിടെ ഡീപ് സ്റ്റേറ്റാണ്. അവിടുത്തെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവൺമെൻറ്റിന് അവിടെ ഒരു അധികാരവുമില്ല. വാസ്തവത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആയിട്ടുള്ള അവിടുത്തെ സൈന്യവും ISIയും ഒക്കെ ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ ആര് പുറത്തു പറയും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തർക്കവും അവിടെ നിൽക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, കാർഗിൽ സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പറഞ്ഞത് ഞാൻ ഈ കാര്യമൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാം മുഷറഫിന്റെ പ്ലാൻ ആയിരുന്നു എന്നാണ് പിന്നീട് അവർ പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി അറിയാതെ സൈന്യം നേരിട്ട് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പിന്നീട് നവാസ് ഷെരീഫ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായത്. നമുക്കറിയാം പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇന്നേ വരെ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള എല്ലാ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ യുദ്ധങ്ങളും തോറ്റു തുന്നം പാടിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള എല്ലാ നീക്കങ്ങളിലും അവർ തകർന്നടിഞ്ഞിട്ടുണ്ട്, തരിപ്പണമായിട്ടുണ്ട്. ആ രാജ്യത്തെ ഇന്ദിരാഗാന്ധി 2ആയി വെട്ടിമുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യക്കെതിരായി ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായ ഇന്ത്യ വിരുദ്ധതയിൽ നിന്ന് ഉടലെടുത്ത ഒരു രാജ്യമായതുകൊണ്ടാണ്. അവർക്ക് ഇന്ത്യ വിരുദ്ധതയല്ലാതെ മറ്റൊരു അടിസ്ഥാന ആശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നറേറ്റീവ് സ്വന്തം ജനങ്ങൾക്കിടയിൽ ബിൽഡ് ചെയ്തുകൊണ്ട് അവരെ ഒറ്റക്കെട്ടാക്കി നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഭിന്നതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ബലൂചിസ്ഥാനികളുടെ ഒരു സ്വാതന്ത്ര്യ പ്രക്ഷോഭമുണ്ട്, ഗിൽഗിത് അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭമുണ്ട്, സിന്ധികൾ വേറെ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനകത്ത് വലിയ പ്രശ്നമുണ്ട്. പാകിസ്ഥാനകത്തുള്ള താലിബാൻ്റെ അവർ നടത്തുന്ന പ്രശ്നങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി തർക്കമുണ്ട്, ഇറാനുമായിട്ട് അതിർത്തി തർക്കമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള സംഘർഷങ്ങളാൽ സംഘർഷഭരിതമാണ് പാകിസ്ഥാൻ. എക്കണോമിക്കലി പൂർണ്ണമായും തകർന്ന തരിപ്പണമാണ് പാകിസ്ഥാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ സൈനിക ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട്, മേജർ സർക്കുലർ ഇരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും കേവലം 25 കിലോമീറ്റർ അകലെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ലാഹോർ എന്ന് പറയുന്നത്. 1971 പോലെയല്ല ഇപ്പോൾ ഇന്ത്യയുടെ പ്രഹരശേഷി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ആർട്ടിലറി പ്രഹരശേഷി എന്ന് പറയുന്നത് 100 മടങ്ങ് അധികമാണ്. ഇന്ത്യയുടെ ആർട്ടിലറി ഷെല്ലുകൾ വളരെ നിസ്സാരമായിട്ട് ലാഹോർ നഗരത്തിലേക്ക് പോയി വീഴാവുന്നതേ ഉള്ളൂ. ലാഹോർ നഗരത്തിനകത്ത് ഒരു ഇന്ത്യൻ ഷെല്ല് പോയി പതിച്ചാൽ, ഒരു മിസൈൽ പോയി പതിച്ചാൽ പാകിസ്ഥാനിലെ ഇൻവെസ്റ്റേഴ്സൊക്കെ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ എക്കണോമിക്കലി പൂർണ്ണമായിട്ട് തകരും. കറാച്ചി പോർട്ട് ഇന്ത്യൻ നേവി ഉപരോധിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ള ഡീസൽ പോലും അവിടെ അവശേഷിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ഡീസൽ കൊണ്ടാണ് അവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനം ഉള്ളത്. മറ്റ് വൈദ്യുതി ഉൽപ്പാദന പദ്ധതികളൊക്കെ വളരെ ചുരുക്കമാണ്, തുലോം വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയുമായി ഒരു പൂർണ്ണ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ പാകിസ്ഥാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ സമ്പൂർണ്ണമായി തകർന്നടിയുമെന്നുള്ള തർക്കവും വേണ്ട. അങ്ങനെ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത്. ഇന്ത്യ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഓർക്കുന്നതാണ് നല്ലത്. കൂടുതൽ അഡ്വഞ്ചറസ് ആയി കഴിഞ്ഞാൽ പാകിസ്ഥാനിന് പൂർണ്ണമായിട്ടുള്ള നാശമായിരിക്കും ഫലം. ശരി, ശ്രീ ജേക്കബ് തരകൻ, പാകിസ്ഥാൻ ഭീകരവാദികൾക്ക്
ഈ ആക്രമണം ഏൽപ്പിക്കുന്ന പരിക്കെന്തായിരിക്കും? 4 ലഷ്കർ കേന്ദ്രങ്ങൾ, 3 ജെയ്ഷ് കേന്ദ്രങ്ങൾ, 2 ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങൾ, 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകളുടെയും ബേസ് ക്യാമ്പുകൾ ആക്രമിച്ചിട്ടുണ്ട്, ലോഞ്ച് പാഡുകൾ ആക്രമിച്ചിട്ടുണ്ട്. മസൂദ് അസറിനെ സംബന്ധിച്ച് അയാളുടെ കുടുംബത്തിലെ 10 പേരും അടുത്ത അനുയായികളും കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഭീകരവാദികളെ അവരുടെ മടയിൽ പോയി നേരിടും, വേണ്ടി വന്നാൽ ഉന്മൂലനം ചെയ്യുമെന്നൊരു സന്ദേശം കൃത്യമായിട്ട് ഈ ആക്രമണം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റി അയക്കുന്നത് കുറയുമോ? പാകിസ്ഥാന്റെ ഈ മിലിറ്ററി റെസ്പോൺസ് എന്തായാലും ഭീകരത ഒന്ന് പത്തി താഴ്ത്തുമോ? എന്തു തോന്നുന്നു? ടെററിസം പാകിസ്ഥാൻ്റെ ഒരു സ്റ്റേറ്റഡ് പോളിസിയാണ്. ടെററിസ്റ്റിനെ കൊന്നു കഴിഞ്ഞാൽ ടെററിസം തീരുന്നില്ല. കുറച്ച് കാലാൽ പട്ടാളക്കാർ പോയി, അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന പട്ടാളക്കാർ പോയി കഴിഞ്ഞാൽ പുറയിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ടെററിസത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ 1 മാസം 2 മാസം കൊണ്ട് അത് പൊങ്ങി വരും. നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം, അതായത് സ്ഥിരാകേന്ദ്രങ്ങളെയാണ് വേണ്ടത്. അത് എൻ്റെ മനസ്സിൽ, എൻ്റെ അനുമാനം, അതിനും ഉള്ള പദ്ധതി ഒരുങ്ങി കഴിഞ്ഞ് കാണും. പക്ഷേ ടെററിസം ഉടനെ തീരുമെന്ന് ഈ ഒരു 9 മിസൈൽ കൊണ്ട്, അല്ലെങ്കിൽ 24 മിസൈൽ കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നത് മിഥ്യയാണ്. ടെററിസം ഇസ് എ സ്റ്റേറ്റഡ് പോളിസി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ. അതിന് തീരണമെങ്കിൽ ഇപ്പോഴുള്ള റെജീം, ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ ഭരണകൂടത്തെ മാറ്റാതെ അത് നടക്കില്ല. അതിന് ഒത്തിരി സമയം വരും. അതിന് വേറെയും പല നീതികൾ നടത്തേണ്ടി വരും. ഒരുപക്ഷെ അത് വർഷങ്ങൾ കൊണ്ട് നമ്മൾക്ക് സാധിക്കാൻ ഒക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്ന് ഇന്ത്യ ഈ നടപടി വിശദീകരിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കമ്മിറ്റിയുടെ പ്രമേയം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഒരു ഭീകരാക്രമണം നടന്നു, ആ ഭീകരാക്രമണത്തിൽ നീതി നടപ്പാക്കപ്പെടണം എന്നുള്ള കാര്യം, അതിലെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം. അതാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് ഇതൊരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധനീക്കം എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യ നേരിട്ട ഭീകരാക്രമണത്തിലെ പ്രതികളെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളെ, അത് പ്ലാൻ ചെയ്ത ആളുകളെ ശിക്ഷിച്ചു എന്നുള്ള തലത്തിൽ ഇന്ത്യക്ക് ഇത് ആഗോളതലത്തിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുമോ? അത് കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ലോകരാഷ്ട്രങ്ങൾ ആരും ഇന്ത്യക്കെതിരെ ഒരു വാക്കും പറയും. ചൈന പോലും നമ്മൾക്ക് പ്രത്യക്ഷമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് അവകാശപ്പെട്ട, നമ്മൾക്ക് ആവശ്യമുള്ള ചെയ്യേണ്ട നടപടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഈ ലോകരാഷ്ട്രങ്ങൾ അത് സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. അതിനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ആശങ്ക വേണ്ട. എല്ലാ രാജ്യങ്ങളും ഇത് മനസ്സിലാക്കുകയും സമ്മതിക്കുകയും അതിന് ഒപ്പം നമുക്ക് പിന്തുണ നൽകുകയും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ പാകിസ്ഥാൻ പണ്ട് പറയത്തില്ല, പട്ടിയുടെ വാല് കുഴലിട്ടതുപോലെ അത് അവരുടെ സർവൈവലാണത്. അവർക്ക് അതില്ലാതെ ഒക്കത്തില്ല. അതിനുവേണ്ടി പുതിയ സമ്പ്രദായം അവിടെ വരണം. എന്നെങ്കിൽ മാത്രമേ ടെററിസത്തിൻ്റെ ഈ ഫൗണ്ടൻ ഹെഡ് മാറത്തുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം, ആ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഇപ്പോൾ. ശരി, ലാവണ്യ പഹൽഗാമിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ അതിഭീകരമായ കൂട്ടക്കൊല നടന്നത്. മിനിറ്റുകളുടെ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിന് വലിയ അപകടം ഒഴിവായി പോയതുമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ പിന്നീട് കൊല്ലപ്പെട്ടു എന്ന വിവരം റൂമിലിരുന്ന് അറിഞ്ഞത്, അന്ന് പഹൽഗാമിൽ നിന്ന് തിരികെ എത്തിയ ശേഷം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ വേദന നേരിട്ട് അനുഭവിച്ചവരെ സംബന്ധിച്ച് ഇപ്പോൾ നീതി നടപ്പായി എന്നൊരു തോന്നൽ തരാൻ ഈ പ്രത്യാക്രമണത്തിന് ഈ തിരിച്ചടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഇന്ന് രാവിലെയാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്നൊരു ഷോക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജീവന് പകരം ജീവൻ, ശരിയാണ്, നമ്മളൊരു തിരിച്ചടിയാണ് കൊടുക്കുന്നത്. പക്ഷേ ആസ് എൻ എൻ്റർപ്രണർ, ഞാനൊരു വുമൺ എൻ്റർപ്രണറാണ്. എൻ്റെ ബിസിനസ് ചെയ്ത് ഒരു സൈഡിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനും അപ്പുറം ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ എന്താ പറയുക, എത്രയോ നാളുകൾക്ക് ശേഷം ലൈഫിൽ തന്നെ വളരെ ഹാപ്പി ആയിട്ട് മക്കളും ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോയതാണ്. അതായത് ഭാരതത്തിൻ്റെ തന്നെ സ്വർഗം എന്ന് പറയുന്ന കശ്മീരിലേക്കാണ് പോയത്. നമ്മൾ ആ ഒരു സാഹചര്യങ്ങൾ ഈ നിമിഷം വരെ നമ്മളിവിടെ നിർത്തിയിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ രാവിലത്തെ ആ ന്യൂസ് കണ്ടപ്പം പെട്ടെന്നൊരു പേടി വന്നെങ്കിലും, കാരണം തിരിച്ച് നമ്മളുടെ ഇന്ത്യൻ ആർമി അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതായത് ഒരു ആയുധം പോലും കയ്യിലില്ലാതെ, ഒന്നും അറിയാതെ, ജസ്റ്റ് നമ്മൾ സ്വപ്നത്തിലും പോലും കാണാത്ത ഒരു സംഭവമാണ് ആ ഒരു സ്പോട്ടിൽ നടന്നത്. അപ്പോൾ അത് അത്ര എനിക്ക് എൻ്റെ
എന്താ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു മനസാക്ഷിക്ക് നിരക്കാത്തൊരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. പക്ഷേ എനിക്ക് ഇന്ത്യൻ ആർമിയോടും ഗവൺമെൻറ്റിനോടും എനിക്ക് പ്രൗഡ് തോന്നുന്നത്, ഇപ്പോൾ എല്ലാ സാറന്മാരും പറഞ്ഞു, കാര്യം വളരെ ആലോചിച്ച്, കാരണം ഒരു സിവിലിയൻസിന് പോലും ബുദ്ധിമുട്ടുകൾ വരാതെ ആ ഒരു ടെററിസ്റ്റ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്താണ് ഈ ഒരു അറ്റാക്ക് നടന്നത്. കാര്യം അതിൽ തന്നെ നമുക്ക് ഭാരതം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും, ഇപ്പോൾ എൻ്റെ ഈ ജനറേഷൻ ആണെങ്കിലും നെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിലും നമ്മൾ പറയുന്നത് ആ ഭാരതത്തിൻ്റെ സംസ്കാരം, ആ സംസ്കാരമാണ് നമ്മൾ ഈ കാണിച്ച ആ ഇന്നത്തെ ഒരു എന്താ പറയുക അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ കേൾക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, തീവ്രവാദം, ഹൈജാക്കും അതും ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എൻ്റെ മക്കളും കേട്ട് വളരണം ഇതുതന്നെയാണ്. പക്ഷെ ഞാൻ ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ ഇനി അടുത്തൊരു ജനറേഷൻ അവർ വരുമ്പം, അതായത് ഇവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്കറിയില്ല, നമ്മൾ ആസ് ഒരു നോർമൽ സിറ്റിസണാണ്. അതായത് ഈ ഒരു തീവ്രവാദം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം ഇത് എന്തെങ്കിലും ഒരു എൻഡ് വരട്ടെ ഇതിന്. കാരണം ഇതിന് ജീവൻ കൊടുത്തത് എത്ര നാൾ പോകുമെന്ന് അറിയില്ല. ഇപ്പോൾ സാറൊക്കെ പറഞ്ഞു ഇനി ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതൊന്ന് എവിടെയെങ്കിലും വെച്ചൊരു അവസാനം, ഒരു എൻഡ് ഇതിനുണ്ടാവട്ടെ. ഇനി വരുന്ന ജനറേഷനെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ളൊരു ശത്രുതാ മനോഭാവം ഇല്ലാതെ, നമ്മൾ പറയുന്നുണ്ടല്ലോ ഒരു മതേതരത്വം, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈക്വാലിറ്റി, ആ ഒരു രീതിയിൽ ഈ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ പോട്ടെ. കാരണം നമ്മളെല്ലാവരും മുമ്പിൽ കണ്ടതാണ് കോവിഡ്. കാരണം എല്ലാ രാഷ്ട്രങ്ങളെയും ഒലച്ച ഒരു കാര്യമാണ് കോവിഡ്. പക്ഷേ ഈ ഒരു കോവിഡ് വന്നിട്ടും നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു 10 കോവിഡ് വന്നാലും നമ്മൾ ശരിയായില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ഒരു ഭീകരവാദം, ഈ ഒരു അറ്റാക്ക്, ഇതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ആവട്ടെ, ഒരു എൻഡ് വരട്ടെ ഇതിനെല്ലാം. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ ആഗ്രഹിക്കാം. യുദ്ധങ്ങളില്ലാത്ത സമാധാനമുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം. ശ്രീ എം ഷിനാസ്, ഒപ്പം ഇപ്പോൾ 9 ടെറർ ലോഞ്ച് പാഡുകൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ആ ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായിരുന്നു താനും. പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ പറ്റി. അപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിക്കാതെ പാകിസ്ഥാനിലുള്ള 21 ഐഡന്റിഫൈഡ് ടെറർ ക്യാമ്പുകളിൽ 11 എങ്കിലും ലക്ഷ്യം വെക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്ത് സൂചന നൽകുന്നു? ഒപ്പം നമ്മുടെ ഈ മിലിറ്ററി മൈറ്റിനെ കുറിച്ച് കൂടി അത് എന്ത് സന്ദേശമാണ് നൽകുക? അപ്പോൾ സ്കാൾപ്പ് മിസൈലും ഹമ്മറും ഒക്കെ കാര്യമായി യൂസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഡാമേജ് വളരെ വലുതാണ്. കൊളാട്ടറൽ ഡാമേജ് ഉണ്ടാവാതെ കൃത്യമായി പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി ഉദ്ദേശിച്ച സ്ഥലത്ത് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റി. റഫാൽ അടക്കം ഉപയോഗിച്ചു. അങ്ങനെ ഇന്ത്യ ഒരു സൈനിക ശക്തിയാണ് എന്നുള്ള ഒരു വിളംബരം കൂടിയായോ ഇന്നത്തെ സംഭവം? ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽ സൈനിക ശക്തിയിൽ കാര്യമായ മേൽക്കൈയുണ്ട്. പാകിസ്ഥാൻ പക്ഷേ ഈ സൈനിക ശക്തിയിലെ അവരുടെ പരിമിതിയെ മറികടക്കാൻ എപ്പോഴും ന്യൂക്ലിയർ കുട്ടിച്ചാത്തനെ ഇറക്കുകയാണ് പതിവ്. അത് ഇപ്പം കഴിഞ്ഞ 10 ദിവസമായിട്ട് നിരന്തരമായി ആണവാക്രമണ ഭീഷണി, ന്യൂക്ലിയർ വോർ ബോഗെ എന്ന് പറയാം. അപ്പോൾ ഇത് ഉപയോഗിച്ച മിസൈലുകൾ നമ്മൾ ഷാഡോ സ്റ്റോം അല്ലെങ്കിൽ ഫ്രാൻസിൽ സ്കാൾപ്പ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് സംയുക്ത സംരംഭമാണ്. അത് ബ്രിട്ടനിൽ ഷാഡോ സ്റ്റോം എന്ന് പറയും, അതുപോലെ തന്നെ ഫ്രാൻസിൽ സ്കാൾപ്പ് എന്ന് പറയും. അതീവ കൃത്യതയുള്ള മിസൈലാണ്. ഹമ്മർ അതുപോലെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കനത്ത ആഘാതം അത് ഇടുന്ന സ്ഥലത്തുണ്ടാക്കാൻ പര്യാപ്തമായ ആയുധമാണ്. രണ്ടും ഈ ഫ്രഞ്ച് റഫാൽ എന്ന യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സുഖോയിൽ നിന്നും, റഷ്യൻ വിമാനമായ സുഖോയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകളാണ്. കപ്പലിൽ നിന്നും വിക്ഷേപിക്കാം. അപ്പോൾ ഇത് ഒരുപാട് ദൂരമൊന്നും 2000 കിലോമീറ്റർ ഒന്നും സഞ്ചരിച്ചിട്ടില്ല. ഈ മിസൈലുകളൊക്കെ 100-200 കിലോമീറ്റർ മാക്സിമം ഉള്ള ഈ പ്രധാനപ്പെട്ട ഭീകരവാദ ലോഞ്ചിങ് പാഡുകളിലും ഭീകരരുടെ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളിലുമാണ് ഇന്ത്യ വർഷിച്ചത്. അപ്പോൾ വളരെ കൃത്യതയാർന്ന ഈ ഷാഡോ സ്റ്റോം മിസൈൽ, സ്കാൾപ്പ് മിസൈൽ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്തിരുന്നു, ബ്രിട്ടനും റഷ്യക്കകത്ത് പ്രയോഗിക്കാൻ വേണ്ടി. അപ്പോൾ റഷ്യക്കകത്ത് അവർ പ്രയോഗിച്ച് വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. റഷ്യക്ക് അത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട്
എല്ലാ ഷാഡോ സ്റ്റോം അല്ലെങ്കിൽ സ്കാൾപ്പ് മിസൈലുകളും റഷ്യക്കകത്ത് കാര്യമായ ചിലതൊക്കെ നന്നായി റഷ്യക്ക് പരിക്ക് പറ്റുന്ന നാശനഷ്ടമുണ്ടാകുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തി, ചിലതൊക്കെ നിർവീര്യമാക്കി. പക്ഷെ പാകിസ്ഥാന് ഇവയിൽ ഒന്നിനെ പോലും തൊടാൻ പറ്റിയില്ല എന്നതാണ്. ഇത്തരമൊരു ആക്രമണം ആസന്നമാണെന്ന് അറിഞ്ഞിട്ടും 26 മണിക്കൂർ 36 മണിക്കൂർ കൊണ്ട് ആക്രമണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാനിലെ മന്ത്രിമാർ പേർത്തും പറഞ്ഞിട്ടും ഇതിലൊരൊറ്റ ആയുധത്തെ പോലും, ഒരൊറ്റ മിസൈലിനെ പോലും പാക് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തടുക്കാൻ പറ്റിയില്ല എന്നത് കാണിക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനത്തിലെ വലിയ പരിമിതിയും വീഴ്ചയും തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇനി നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു തിരിച്ചടി, കാരണം അവിടെ ജനങ്ങൾക്ക് മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കണം. അപ്പോൾ ജനറൽ അസീം മുനീറിന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ നോവിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാവും. അത് അടുത്ത ദിവസങ്ങളിൽ അൺഫോൾഡ് ചെയ്യും. പക്ഷേ ഇന്ത്യൻ സേന ഇത്തരം ഏത് പദ്ധതികളെയും നേരിടാൻ സജ്ജമായാണ് നിൽക്കുന്നത്. എന്നാൽ പോലും ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണ രേഖക്കടുത്ത് വെടിവെപ്പ് അത് ലോക്കലൈസ്ഡ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട എസ്കലേഷൻ അല്ല. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ, ഇന്ത്യൻ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ, വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കനത്തമായ തിരിച്ചടികൾ ഉണ്ടാവും. ഈ യുദ്ധം, ഈ സിന്ദൂർ 1 കൂടുതൽ എസ്കലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മേഖലാ യുദ്ധമായി വളരാതിരിക്കട്ടെ. പക്ഷേ പാകിസ്ഥാൻ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ ആക്രമണത്തിൽ നിന്ന് പാഠം പഠിച്ച് എങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കുകയാണ് പാകിസ്ഥാന് കൂടുതൽ അഭികാമ്യം. അല്ലെങ്കിൽ പാകിസ്ഥാൻ വളരെ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇരയാവേണ്ടി വരും. ഇന്ത്യക്കും ഉണ്ടാവും നഷ്ടക്കോട്ടങ്ങളൊക്കെ. അങ്ങനെയാണ് പാകിസ്ഥാൻ ഇതിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നറിയില്ല. പക്ഷേ ജനറൽ അസീം മുനീർ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. പക്ഷേ അതിനുള്ള എന്തൊക്കെയാണ് എന്ന് ഇന്ത്യൻ സേനക്കറിയാം. അപ്പോൾ ഏറ്റവും ജാഗരൂകമായ നാളുകളാണ് ഇന്ത്യൻ സേനയുടേത്. തീർച്ചയായിട്ടും ജാഗരൂകമായ നാളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഷിബി ഗോപാലകൃഷ്ണൻ, അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംയമനം ആണ്. ഐക്യരാഷ്ട്രസഭ, അമേരിക്ക, റഷ്യ, ഫ്രാൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ, ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ റെസ്ട്രെയിൻ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇനി എസ്കലേറ്ററി ആയിട്ടുള്ള ഒരു മെഷർ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അതായത് പാകിസ്ഥാൻ LOC-യിൽ വെടിവെപ്പ് തുടർന്നാൽ തിരികെ വെടിവെക്കും. അവിടെയും വലിയ ഹെവി കാഷ്വാലിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാക് ഭാഗത്തും നിയന്ത്രണ രേഖയിലെ വെടിവെപ്പ് തുടരും. അത് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ് ബോർഡറിലുള്ള കാര്യങ്ങളിൽ. അതിനപ്പുറത്ത് നമ്മൾ ഈ കാര്യത്തിൽ ഒരു എസ്കലേഷൻ പ്രതീക്ഷിക്കേണ്ട എന്ന് വിശ്വസിക്കാമോ? നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെയ്തത് വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു അക്രമമാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ എതിർക്കാൻ കഴിയില്ല, നമുക്കെതിരായിട്ട് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഭാരതത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും, അത് പുരാണത്തിലായാലും ശരി, ചരിത്രത്തിലായാലും ശരി, വർത്തമാന കാലഘട്ടത്തിലായാലും ശരി, ഒരു സ്ത്രീയുടെ സിന്ദൂരം മായ്ക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. അത് പുരാണ കാലഘട്ടത്തിലായാലും ചരിത്രത്തിലായാലും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലായാലും അതിന് പകരം ചോദിക്കുക എന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം മാത്രമാണ് നാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്, ഭാരതത്തിൻ്റെ അഭിമാനമാണ്, യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു നുണ മാത്രം പറയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് തെളിഞ്ഞില്ലേ? ഇപ്പം ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ തെമ്മാടി രാഷ്ട്രം, നിങ്ങളൊരു തെമ്മാടി രാഷ്ട്രമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടില്ലേ? ആരെങ്കിലും സഹായിക്കാൻ വന്നോ? പാകിസ്ഥാൻ എന്താ വിചാരിച്ചത്? അവിടെ പ്രമേയം കൊണ്ടുവന്ന് ഇന്ത്യയെ ഒറ്റപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? എവിടെയും പാകിസ്ഥാൻ അനുകൂലമായ ഒരു ഘടകവും വർക്ക് ചെയ്തിട്ടില്ല. ഈവൻ ചൈന പോലും. ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല.
ചൈന തീർച്ചയായിട്ടും പാകിസ്ഥാൻ അനുകൂലമായ ഒരു വലിയ നിലപാടുമായി വരും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പറയത്തക്ക രീതിയിൽ ചൈന വന്നിട്ടില്ല. ആകെ ചൈനയും തുർക്കിയുമാണ് ഇവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നത്. എനിക്ക് ഈ അക്രമത്തെ, ഈ പാകിസ്ഥാൻ സ്പോൺസേഡായിട്ട് നടത്തുന്ന ഭീകര അക്രമത്തെ ലോകസമക്ഷം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളുടെ പ്രത്യാക്രമണത്തെ, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഈ സംഭവവികാസത്തെ രണ്ടായിട്ട് കാണേണ്ടി വരും. ഒന്ന്, നമ്മളുടെ മുഴുവൻ സേനയുടെയും ഐക്യത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള അഭിമാനം മാത്രമുള്ള ഒരു കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു പ്രത്യാക്രമണം, ഒരു മറുപടി. അതേ സമയത്ത് അത് സേനയുടെ ഭാഗത്തു നിന്ന് വിജയിക്കുമ്പോൾ, അത് സേനയുടെ ഭാഗത്തു നിന്ന് നടപ്പാക്കി വിജയിക്കുമ്പോൾ, പരിപൂർണമായും വിജയിക്കുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നാം നയതന്ത്ര രംഗത്ത് ഉജ്ജ്വലമായ വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ്. കാരണം നമ്മളിത് ചെയ്തത് വിത്ത് ഡോക്യുമെൻറ്റ്സ്. പലപ്പോഴും ഒരു സെക്കൻഡിൽ ഞാൻ തീർക്കാം. പലപ്പോഴും തെളിവുകളൊക്കെ ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. നമ്മളുടെ വേൾഡിലുള്ള പല രാജ്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷേ തെളിവുകൾ, പാകിസ്ഥാന് തന്നെ തെളിവുകൾ വിട്ടെങ്കിലും നമ്മൾ കൃത്യമായി എന്തുകൊണ്ടാണ് നാം ഇത് ചെയ്തത്, എന്താണ് ചെയ്യാൻ കാരണം, നാം സിവിലിയനെ തൊട്ടിട്ടില്ല. നമ്മളെ ചെയ്യേണ്ടത് മാത്രം, കർത്തവ്യം മാത്രം ചെയ്തിരിക്കുന്നു. ടെററിസം ഇല്ലാതാക്കുക, ടെററിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്നതിനകത്ത് സീറോ ടോളറൻസ് ആണ് ഇന്ത്യക്ക്. അത് വളരെ കൃത്യമായി ലോകസമക്ഷം. അപ്പോൾ ഒരു ഭാഗത്ത് സേനയുടെ മറുപടി, മറുഭാഗത്ത് നയതന്ത്ര രംഗത്ത് ഭാരതം വിജയിച്ചിരിക്കുകയാണ്. അത് ഗവൺമെൻറ്റിന് വളരെ കൃത്യമായ ഒരു വിജയകരമായ ഗവൺമെൻറ്റിൻ്റെ നയതന്ത്ര രൂപീകരണം നടന്നിരിക്കുന്നു. അതുകൊണ്ട് ലോകം മുഴുവനും, സൗദി, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾ, അമേരിക്ക, റഷ്യ, ഏറ്റവും വലുത് ഇസ്രയേൽ, ഇന്ത്യ ആക്രമിച്ചാൽ, ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അവർ ഞങ്ങളെ ആക്രമിക്കുന്നത് പോലെയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് വീണ്ടും. അപ്പോൾ എത്ര കൃത്യമാണ്. ലോകം മുഴുവനും ഇന്ത്യയോടൊപ്പം ഈ ഭീകരവാദ പോരാട്ടത്തിൽ അണിചേരുന്നു, ഇന്ത്യക്ക് വെളിയിൽ, അന്താരാഷ്ട്ര മേഖലയിൽ. എന്നാൽ ഇന്ത്യയിൽ നാളെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നു. ഒരു സംയുക്തമായ ഒരു ഇന്ത്യയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത് ഉജ്ജ്വലമായ വിജയമാണ്. അത് കണ്ട് പാകിസ്ഥാൻ, അത് കണ്ട് അവിടെ നിങ്ങൾ അല്ല അവിടെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് അഭിലാഷേ, ഇതൊന്നും കണ്ട് പഠിക്കുന്ന വർഗമല്ലെന്ന് ഈ പാകിസ്ഥാൻ. കാരണം അവർക്ക് ഇന്ത്യയുടെ ചോരയാണ് അവരുടെ ഭക്ഷണം. അവർക്ക് 1 കിലോ അരിക്ക് 340 രൂപയാണ്, 1 കിലോ കോഴിയിറച്ചിക്ക് 800 രൂപയാണ്. നാട്ടിലെ ജനങ്ങൾ അസ്വസ്ഥര, നാട്ടിലെ ജനങ്ങൾ പട്ടിണിയാണ്. എന്നിട്ടും ഈ ഭീകരവാദികളെ ഇങ്ങനെ തടിച്ച്, ഭീകരവാദികൾക്ക് കൊഴുപ്പ് കൊടുത്ത്, അവർക്കെല്ലാം കൊടുത്ത് ഇന്ത്യയുടെ മെക്കട്ടേക്ക് കയറാൻ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യം തയ്യാറാവുമോ? അതുകൊണ്ട് ഇതൊന്നും പോരാ. ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ പഠിച്ചില്ലെങ്കിൽ അത് പാകിസ്ഥാന്റെ ഉന്മൂലനമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ശരി, മേജർ രവി കൂടി നമ്മോടൊപ്പം. മേജർ രവി, നോക്കൂ, വളരെ കൃത്യമായി, കൃത്യതയോടെ ടെറർ ലോഞ്ച് പാഡുകളെ ടാർഗറ്റ് ചെയ്തു. അതിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി. കൊളാട്രൽ ഡാമേജ് ഉണ്ടായില്ല, സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായില്ല. ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റാത്ത വിധത്തിൽ ഇന്ത്യ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തി എന്നാണോ നമ്മൾ ഈ അറ്റാക്ക് കഴിഞ്ഞുള്ള രാത്രി വിലയിരുത്തേണ്ടത്? ഒരു സംശയമില്ല അഭിലാഷ്. ബിക്കോസ് പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത കഴിഞ്ഞ ഒരു 14 ദിവസം പലരുടെ അടുത്തും നമ്മൾ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ദേ വർ നോട്ട് ഗെറ്റിംഗ് കൺവിൻസ്ഡ്. പക്ഷേ ആ കൺവിൻസ് ഇന്നിപ്പോൾ ചെയ്തു. ബിക്കോസ് ഇത്രയും പ്രിപ്പയർഡായിട്ട് നമ്മൾ 1:05 അടി തുടങ്ങിയിട്ട് 1:20-1:25 ആയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. പണി കഴിഞ്ഞ് തിരിച്ചു വന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയ എല്ലാ എയർക്രാഫ്റ്റുകളും സേഫായിട്ട് എയറോഡ്രോമിനകത്ത് കയറി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പാർക്കിംഗ് ലോട്ട്സിൽ എത്തിയിരിക്കുന്നു, ഈ ഫൈറ്റർ പൈലറ്റ്സും വിമാനങ്ങളും എല്ലാം. ഇത്രയും സമയമായിട്ടും പൂഞ്ച് രജോറി സെക്ടറിൽ ഒഴിച്ച് വേറെ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷെല്ലാക്രമണങ്ങൾ, അത് ഈ മോട്ടോർ ഷെല്ലെന്ന് പറയുന്നത് മാക്സിമം 1 കിലോമീറ്റർ വരയ്ക്ക് പോവാം, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ആ റേഞ്ചിലുള്ള ഷെല്ലാക്രമണങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ബോർഡർ ഏരിയയിലുള്ള LOCയിലുള്ള എല്ലാ സിവിലിയൻസിനും അറിയാം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അവർ ദേ വിൽ നോട്ട് ഗെറ്റ് പാനിക്. ഇവിടേക്കാണെങ്കിൽ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പാനിക് ഇരിക്കും. പക്ഷെ അവരിത് യൂസ്ഡ് ആണ്, ഡേ ടു ഡേ ബേസിസിൽ ഈ ശബ്ദം കേൾക്കുന്നതും അതിൻ്റെ റിയാക്ഷൻസും ചെയ്യുന്നതാണ്. ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്താണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്?
ഇവിടെ ഇന്ത്യയിൽ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന ഒന്നോ രണ്ടോ യൂട്യൂബേഴ്സോ ഒഴിച്ചാൽ, അതുപോലെ തന്നെ പാകിസ്ഥാൻ ചാനലും ഒഴിച്ചാൽ, ഇവിടെ ഇന്ത്യയിലത്തെ ഒരു ചാനലും നമ്മുടെ എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു വീഴ്ത്തിയിട്ടു എന്നുള്ള ഒരു ന്യൂസ് എവിടെയും വന്നിട്ടില്ല. പാകിസ്ഥാനും ഇതുവരെ പറയുന്നതല്ലാതെ അവരിതുവരെ ഒരു പ്രൂഫും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ 14 ദിവസത്തിൻ്റെ പ്ലാനിങ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന പോലെ 24 hours വർക്ക് ചെയ്തിരുന്ന ഗവൺമെൻറ് ഓഫീഷ്യൽസും ആർമഡ് ഫോഴ്സസ് ആളുകളും ഓഫീസേഴ്സും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിണാമമാണ് ഇന്നലത്തെ രാത്രി ഒരു പട്ടാളക്കാരൻ പോലും ആ ഏരിയയിൽ ഉറങ്ങിക്കാണില്ല. കാരണം അത് ഈവനിങ് 6 മണി തൊട്ടിട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കാണും. ഇപ്പോൾ ഏത് സമയത്താണ് ആ ഓർഡർ വരുന്നത്, അസലി യെസ് ദിസ് ഇസ് ദ ഒറിജിനൽ വൺ എന്ന് പറഞ്ഞ് ആ അറ്റാക്കിന് പോകുന്ന സമയം എപ്പോഴാണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. പക്ഷെ പട്ടാളക്കാരെല്ലാം ജാഗരൂകരായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ്, നമ്മൾ ഈ ഡിഫെൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കഴിഞ്ഞ 10 days 12 days. ഇത് എന്ന് അറ്റാക്കാണത് 22-ന് ശേഷം 23 തൊട്ടിട്ട് നമ്മൾ പ്ലാനിങ് തുടങ്ങിയിരിക്കുന്നു. സാധാരണ ജനങ്ങളെല്ലാം ആലോചിച്ചത് ഈ കൊന്നിട്ടുള്ള 4 പേരെ എന്താ ഇതുവരെയും പിടിക്കാത്തത്. ആ 4 പേര് ഒരു ഇരയല്ല. ആ 4 പേര് എവിടുന്ന് വന്നിട്ടാണ് നീ ഞങ്ങളുടെ മണ്ണിലത്തെ ഞങ്ങളുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും സിന്ദൂരം മായ്ച്ചു കളഞ്ഞത്, നീ വന്ന സ്ഥലത്ത് അവിടെ വന്ന് നിന്നെ അടിക്കും. അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അവൻ്റെ ക്യാമ്പുകളിൽ പോയിട്ട് അവനെ തകർപ്പിക്കുകയാണ്. ഈ 4 എവിടെ കിടന്നാലും എന്തെങ്കിലും അവൻ പിടിക്കപ്പെടും. പക്ഷേ അവരുടെ ഒറിജിനൽ അവനെ പറഞ്ഞയച്ചിരിക്കുന്നതും അവന് ഓർഡർ കൊടുത്തിരിക്കുന്ന സീനിയേഴ്സിനെയും എല്ലാവർക്കും കൂടിയിട്ടുള്ള അടിയാണ് ഈ 6 LOCക്ക് അപ്പുറം POKയിൽ ഉള്ള 6 ക്യാമ്പുകൾ. ദാറ്റ് ഈസ് വെരി സീരിയസ് ക്യാമ്പ്സ്. അതിനകത്താണ് ഈ മിലിറ്റൻസ് എല്ലാം ഇപ്പോൾ മരിച്ചിരിക്കുന്നു, അവൻ്റെ ഫാമിലീസ് മരിച്ചിരിക്കുന്നു. ആ മരിച്ചിരിക്കുന്ന ഫാമിലീസിനെയാണ് പാകിസ്ഥാൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഈ ജനറലെല്ലാം ഇരുന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ. വിദേശകാര്യമന്ത്രി അട്ടാവുദ്ദീൻ എന്നുള്ള ആ മനുഷ്യൻ പറയുന്നതാണ് ഞങ്ങളുടെ അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നിരിക്കുന്നു, പള്ളി തകർത്തു. അല്ലാതെ അവരുടെ ക്യാമ്പുകളിൽ പോയിട്ട് തകർത്തു. ഇത്രയും പ്രസിഷനായിട്ട് ഇത് നിങ്ങൾ ഇസ്രായേലിൽ ഹമാസിൻ്റെ അവിടെയോ അല്ലെങ്കിൽ പാലസ്തീനിലോ നടക്കുന്ന പോലെ അറ്റ് റാൻഡം ബോംബാർഡ്മെന്റ് അല്ലായിരുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തോന്നുന്നു. സ്ഥലം ഇന്ത്യ അറ്റാക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലിയൻസിനെ ആക്രമിച്ചു, അതുകൊണ്ട് ഇന്ത്യ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും സിയാൽകോട്ടിലോ അല്ലെങ്കിൽ മുസഫറാബാദിലോ അല്ലെങ്കിൽ ലാഹോറിലോ ഒന്നും കൊണ്ടുപോയി ബോംബിടുകയല്ല ചെയ്തത്, ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യല്ല ചെയ്തത്. മറിച്ച് വളരെ കൃത്യമായി ടെറർ ലോഞ്ച് പാഡുകളെ ലക്ഷ്യം വെച്ചു, അവിടെ മാത്രം ആക്രമണം നടത്തി. അതിന്റെ മതിൽക്കെട്ടിനപ്പുറത്ത് ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധത്തിൽ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്ത് മടങ്ങി വരികയും ചെയ്തു. അപ്പോൾ ലോകം എങ്ങനെയായിരിക്കും ഇതിനെ കാണുക? അവിടെയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് നമുക്ക് എഗൻസ്റ്റായിട്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ഇന്ന് എന്തുകൊണ്ട് പിന്നെ ചൈന നമുക്ക് എഗൻസ്റ്റായിട്ടൊന്നും സംസാരിച്ചില്ല, അല്ലെങ്കിൽ ചൈന നമ്മളെ വാൺ ചെയ്തില്ല? അല്ലെങ്കിൽ അവർ പറയേണ്ടതല്ലേ പാകിസ്ഥാൻ പീപ്പിൾ ഹാവ് കം ടു അസ്, ഇന്ത്യ യു ഷുഡ് ബി കെയർഫുൾ, യു വിൽ നോട്ട് ബി ആൻഡ് വി വിൽ ബി വിത്ത് പാകിസ്ഥാൻ. പാകിസ്ഥാനോട് പറഞ്ഞു ചൈന വി ആർ വിത്ത് യു, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, വി ആർ എഗൻസ്റ്റ് ടെററിസം എന്നുള്ളത്. അപ്പം ചൈനയ്ക്കും അറിയാം ചൈന ടെററിസം വളർത്തുന്ന ഒരു രാജ്യമാണെന്നുള്ളതും. ആ ഒരു ലൈൻ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അടുത്ത് ലാസ്റ്റ് പറയാം, അല്ല നിങ്ങളെന്താ ഞങ്ങളെ സഹായിച്ചില്ല? അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ടെററിസം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. അതിനുവേണ്ടി അവരടക്കം ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പം ലോകത്തിൽ ആരാണ് ഇപ്പോൾ ഇന്ത്യക്ക് എഗൻസ്റ്റ്? ആരുമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ധൈര്യമായിട്ട് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം, യെസ് വി ഇന്ത്യൻസ് ആർ പ്രൗഡ് ദാറ്റ് നമ്മൾ അവിടെ പോയിട്ട് അവൻ്റെ കറക്റ്റ് ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്ത് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയുടെയും ജീവൻ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അഭിമാനത്തോട് പറയാം. പാകിസ്ഥാൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർക്ക് നുണ പറഞ്ഞിട്ട് ശീലമേ ഉള്ളൂ. അവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. അതും കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞല്ലോ നമ്മുടെ 5 ഫ്ലൈറ്റുകൾ തകർത്തിട്ടു, എയറോഡ്രോം ബോംബാർഡ് ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഇപ്പോൾ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്, ഫോറിൻ ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? UN-ൻ്റെ അടുത്ത് പ്ലീസ് ആസ്ക് ഇന്ത്യ ടു വിഡ്രോ സോ ദാറ്റ് വി ഓൾസോ വിൽ വിഡ്രോ. ഇന്ത്യ എവിടുന്ന് വിഡ്രോ ചെയ്യാനാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇന്ത്യ ഇതുവരെ LOC ക്രോസ് ചെയ്തിട്ടില്ല, ഇൻഫൻട്രി മൂവ് ചെയ്തിട്ടില്ല, ആർട്ടറി മൂവ് ചെയ്തിട്ടില്ല. വെറും നമ്മൾ എയർ സ്ട്രൈക്കും ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്തെല്ലാം എയർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെങ്ങനെ പറയുന്നത് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി? വിഡ്രോ അല്ല പറയേണ്ടത്. ദേ ഷുഡ് സേ ദാറ്റ് ഓക്കെ ലെറ്റ് us have the ceasefire. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി സീസ് ഫയറിലാണ് ഇപ്പം. ഇനി നിങ്ങൾ ഫയർ ചെയ്യാത്തടത്തോളം കാലം നമ്മളിനി നിങ്ങളെ ഫയർ ചെയ്യില്ല. അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. ഇന്ത്യ സംസ്കാരം കാണിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ എൻ്റെ രാജ്യത്ത് വന്നിട്ട് എൻ്റെ മക്കളെ നിങ്ങൾ തൊട്ടു, അത് തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല.
അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കും 14 ദിവസമോ 15 ദിവസമൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് മോനെ അടി കിട്ടിയ പോലെ ഇരിക്കും എന്നുള്ളതാണ് ഇന്ന് കൊടുത്ത മെസ്സേജ്. അപ്പോൾ അത് കാണുന്ന സമയം എന്നിട്ട് അതിന് ശേഷം പിന്നെ ഇന്ത്യ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അത് ഇന്നലെ രാത്രിത്തെ ഈ 1-നും 1:30 ഇടയ്ക്കുള്ള ഈ അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും അഭിലാഷ നമ്മൾ ഇന്ത്യ പോയിട്ട് വെറുതെ കൊണ്ട് ബോംബാർഡ് ചെയ്തു. വെറുതെ കൊണ്ട് ബോംബാർഡില്ല. ഇന്ത്യയുടെ കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങിൽ പ്രിസിഷൻ ഷൂട്ടിംഗ് എന്ന് പറയും. കറക്റ്റായിട്ടുള്ള പിൻ പോയിൻ്റ് ഷൂട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് എയറിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഇമാജിൻ ദ പെർഫെക്ഷൻ ഓഫ് ദ പൈലറ്റ്സ്. അവരുടെ ആ ഒരു സ്കിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇത്രയും സ്പീഡിൽ പോകുന്നൊരു ഫ്ലൈറ്റ് ഇന്ന സ്ഥലത്ത് പെർട്ടിക്കുലറായിട്ട് ആ ബോംബ് കൊണ്ട് ഇടണമെങ്കിൽ ആ പൈലറ്റിൻ്റെ സ്കിൽ എന്താണെന്നുള്ളത് നോക്കൂ. അതിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ആർമിയുടെ സ്കില്ല്. ദിസ് ഇസ് നോട്ട് ഓൾഡ് ഇന്ത്യ മാൻ, ഇറ്റ്സ് എ ന്യൂ ഇന്ത്യ. യു ആർ അറ്റ് പാർ വിത്ത് എനി വേൾഡ് പവേഴ്സ്. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. തീർച്ചയായും ഇന്ത്യൻ എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റി, റഫാൽ വിമാനങ്ങളുടെ ശേഷി, സ്കാൽപ് മിസൈലിന്റെയും ഹമ്മറിന്റെയും പ്രഹരശേഷി, ഇന്ത്യ അങ്ങനെ ഒരുപാട് തെളിയിച്ചിരിക്കുകയാണ്. 25 മിനിറ്റ് കൊണ്ട് ഒരുപാട് തെളിയിച്ചു എന്നുകൂടി നമുക്ക് പറയാം. സന്ദീപ് വാര്യർ, ഒപ്പം നമ്മൾ കാണേണ്ടത് കാര്യമായി എവിടെയും ഒരു തരത്തിലുള്ള പ്രതിഫലനം അല്ലെങ്കിൽ ഒരു കണ്ടംനേഷനും ഉണ്ടായിട്ടില്ല. ചൈന നമുക്കറിയാം പാകിസ്ഥാന്റെ രക്ഷകർത്തൃത്വ രാജ്യമാണ്. ചൈനയുടെ സ്റ്റേറ്റ്മെന്റിൽ റിഗ്രറ്റബിൾ എന്ന വളരെ മൃദുവായ ഒരു വാക്കുണ്ട് എന്നുള്ളത് വെച്ചാൽ തൊട്ടടുത്ത വരിയിൽ അവർ ഭീകരവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്നുകൂടി പറയുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയെ ആർക്കും കണ്ണുരുട്ടി കാണിക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രഷർ ബിൽഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി ആഗോളതലത്തിൽ എന്ന് വിലയിരുത്താമോ? ഇതിൻ്റെ 2 ആസ്പെക്റ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഈ പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിൽ ഇന്ത്യ ഒരു എക്കണോമിക് ജയൻ്റായിട്ട് വളരുന്നു. ഒന്ന്, ഇന്ത്യയുടെ ഒരു വലിയ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഉണ്ട്. 140 കോടി ജനങ്ങളുടെ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ചൈന പോലെയുള്ള ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യയെ തള്ളിപ്പറയാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. പാകിസ്ഥാന് വെറുതെ പ്രതീക്ഷിക്കാം, ചൈന പിന്തുണയ്ക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ വാക്കുകളിലൂടെയുള്ള ചില മധുരം പുരട്ടിയ പിന്തുണയ്ക്കപ്പുറം റിയലി ഒരു ഗ്രൗണ്ട് ലെവലിൽ ചൈനയ്ക്ക് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയുടെ പോളിസി എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു മുന്നണി മാത്രം എന്നുള്ളതാണ്. ചൈനയ്ക്ക് ഓൾറെഡി നിരവധി തലവേദനകളുണ്ട്. തായ്വാൻ അടക്കമുള്ള, ജപ്പാൻ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ചൈനയ്ക്ക് അമേരിക്കയുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരിക്കലും ഇന്ത്യയുമായിട്ടൊരു ഫ്രണ്ട്, അതും പാകിസ്ഥാൻ്റെ പേരിൽ തുറക്കാൻ ഒരിക്കലും താല്പര്യമുണ്ടാകില്ല എന്നുള്ളത് നമുക്കൊക്കെ സാമാന്യ ബോധമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇൻ്റർനാഷണൽ പ്രഷറിനെ കുറിച്ചാണ്. നോക്കിപ്പം ഇന്ത്യയുടെ ഒരു 10, 40, 50 വർഷം മുമ്പുള്ള ഇന്ത്യ അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു വളർച്ച ലിബറലൈസേഷന് ശേഷം 91 ശേഷമുള്ള ഇന്ത്യയുടെ ഒരു വളർച്ചയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയോട് ഒരു ട്രേഡ് ബന്ധമുണ്ട്, വലിയ തോതിലുള്ള ട്രേഡ് ബന്ധമുണ്ട്. അതിനെയൊന്നും ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ ഒരു രാജ്യവും ആഗ്രഹിക്കില്ല. അപ്പോൾ അതൊരു കാര്യം. 2, ഇനിയിപ്പോൾ ഈവൻ ലോകരാജ്യങ്ങൾ എതിരായി എന്ന് വെച്ചോളൂ. ഇതൊക്കെ ഈ സിറ്റുവേഷൻ തുടങ്ങുന്നതിന് മുമ്പാണല്ലോ ഈ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള ചർച്ചകൾക്കൊക്കെ പ്രാധാന്യമുള്ളത്. ഇപ്പം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ഒരു ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ തോതിൽ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ റഷ്യക്കെതിരെ ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങൾ നിലപാടെടുത്തു? അതവരെ ബാധിച്ചിട്ടുണ്ടോ? അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ലോകത്ത് ഏതൊരു രാജ്യവും അതേ ചെയ്യുള്ളൂ. ഒരു ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഇൻ്റർനാഷണൽ കണ്ടംനേഷനോ അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ വലിയ പ്രസക്തിയൊന്നുമല്ല. ഉദാഹരണത്തിന് 1971 ലോകത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാൻ്റെ വശത്തായിരുന്നു. 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് അയച്ചില്ലേ അമേരിക്കൻ പ്രസിഡന്റ്? ആ അമേരിക്കൻ പ്രസിഡന്റിനോട് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്താ പറഞ്ഞത്? അമേരിക്കൻ പ്രസിഡന്റിനോട് 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് വന്നതുപോലെ തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി. അന്ന് പോലും 71 സമയത്ത് പോലും നമുക്കറിയാം, അതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ത്യ നിരവധി യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇന്നത്തേതുപോലെയുള്ള ഒരു എക്കണോമിക് പവർ ഹൗസ് അല്ല അന്ന്. എന്നിട്ട് പോലും നമുക്ക് ആ നിലപാടെടുക്കാനും അമേരിക്കയെ പോലും വെല്ലുവിളിക്കാനും നമുക്ക് അന്നും സാധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ മേഘദൂത് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അതുപോലെ നിരവധി ഓപ്പറേഷൻ, സിയാച്ചിൻ പിടിച്ചെടുത്ത് അടക്കമുള്ള ഓപ്പറേഷൻസ്, മേജർ സാറിന് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ അറിയുമായിരിക്കും. അപ്പോൾ അത്തരം ഓപ്പറേഷൻസ് ഇന്ത്യൻ ആർമി എപ്പോഴും, രാജ്യം എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് അതിൻ്റെ പവർ കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു പ്രൊഫഷണൽ സൈന്യമാണ്. പാകിസ്ഥാൻ്റേതുപോലെയുള്ള ഒരു സൈന്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്ന സ്വഭാവമുള്ള ഒരു സൈന്യമല്ല. അച്ചടക്ക ബോധമുള്ള, രാജ്യസ്നേഹമുള്ള ഒരു പ്രൊഫഷണൽ സൈന്യമാണ്. ആ പ്രൊഫഷണൽ സൈന്യം ഇന്ന് അതിൻ്റെ മുഴുവൻ കേപ്പബിലിറ്റിയും കാണിച്ചു. പാകിസ്ഥാന് ഇതോടുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആ രാജ്യത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്, മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ മുന്നോട്ട് പോയി പാകിസ്ഥാൻ്റെ ഈ ടെറർ നെറ്റ്വർക്ക് പൂർണ്ണമായും തകർക്കേണ്ടതുണ്ട്.
പാകിസ്ഥാൻ സംയമനം പാലിച്ച് പാകിസ്ഥാൻ പുറകോട്ട് പോകുന്നതാണ് അവർക്ക് നല്ലത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഫുൾ ഫോഴ്സ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോക മാപ്പിൽ ബാക്കി ഉണ്ടാവില്ല. പിന്നെ അവരുടെ ന്യൂക്ലിയർ ത്രെട്ടാണ്, അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ്. അത് കുറേ കാലമായിട്ട് അവർ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ടൊന്നും ഇപ്പോൾ ലോകത്ത് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് മേൽ ഒരു ന്യൂക്ലിയർ ബോംബ് വർഷിക്കാനുള്ള ധൈര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധവും 2 ന്യൂക്ലിയർ പവർ തമ്മിലുള്ള യുദ്ധമല്ലേ. ലോകത്തെ ഏറ്റവും അധികം ആണവായുധങ്ങൾ, ആണവ പോർമനുകളുള്ളത് റഷ്യയുടെ കയ്യിലാണ്. മറുവശത്ത് ഉക്രൈൻ പറയുമ്പോൾ നാറ്റോ തന്നെയാണ്. അപ്പോൾ 2 കൂട്ടരുടെ ഭാഗത്തും ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്, പക്ഷേ 2 കൂട്ടർ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഈ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗൊക്കെ വെറും പിപ്പിടികാട്ടലാണ്. അതിലപ്പുറം പാകിസ്ഥാൻ ഒന്നുമില്ല. അത് ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ പിച്ചച്ചട്ടി എടുത്ത് കിടക്കുന്ന ഒരു പരാജിത രാജ്യം മാത്രമാണ്, ഒരു തെമ്മാടി രാജ്യമാണ്. ആ തെമ്മാടി രാജ്യത്തിന് അർഹിക്കുന്ന ശിക്ഷയാണ് ഇന്ത്യൻ സൈന്യം എന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതേസമയം തന്നെ രാജ്യത്ത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് നേരിടാനുള്ള മുൻകരുതലുകൾ നടക്കുന്നുണ്ട്. പൊതുസമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട്. ഇന്ന് സിവിൽ മോക്ക് ഡ്രില്ലിൻ്റെ ഡേ ആണ്. ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് നടക്കുകയാണ്. ബ്ലാക്ക് ഔട്ടിൻ്റെ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്ന കാര്യം നേരത്തെ തന്നെ അഡ്വൈസറി പുറപ്പെടുവിച്ചിരുന്നു. നമുക്ക് അതിൻ്റെ വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും ചർച്ചയിലേക്ക് വരാം. പി ബസന്ത് ഉണ്ട്. ബസന്ത്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലാക്ക് ഔട്ട് സമയം ആണ് ഇപ്പോൾ. എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? ജനങ്ങൾ പൂർണ്ണമായും സഹകരിച്ചോ? അഭിലാഷ്, ഡൽഹിയിൽ മാത്രമാണ് 8 മുതൽ 8:15 വരെയുള്ള ബ്ലാക്ക് ഔട്ട് ഉള്ളത്. ബാക്കി ബീഹാർ അടക്കമുള്ള, ഉത്തരാഖണ്ഡ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ ബ്ലാക്ക് ഔട്ടുകൾ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ 8 മുതൽ 8:15 വരെ ബ്ലാക്ക് ഔട്ടായിരുന്നു. അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ വിളക്കുകൾ അണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് പാർലമെൻറ്റ്. അതോടൊപ്പം തന്നെ വിജയ് പത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിളക്ക് അണഞ്ഞു കിടന്നു. കൊണാർട്ട് പ്ലേസിലും അതോടൊപ്പം നമ്മളെ മാതൃഭൂമി ന്യൂസ് സ്ഥിതി ചെയ്യുന്ന ബാരക്കമ്പ റോഡിലുമൊക്കെ തന്നെ പവർ അണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ബീഹാറിലൊക്കെ നേരത്തെ തന്നെയായിരുന്നു. പല സംസ്ഥാനങ്ങളിലും പല സമയമാണ് ഉത്തരേന്ത്യയിൽ ഉള്ളത്. പഞ്ചാബിൽ 10 മുതൽ 10:30 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പല സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഇപ്പോൾ 15 മിനിറ്റ് നേരത്തേക്ക്, ചില സ്ഥലങ്ങളിൽ അരമണിക്കൂർ നേരത്തൊക്കെയാണ് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഉള്ളത്. ബ്ലാക്ക് ഔട്ട് നടക്കാനത് ഒരു പ്രിക്കോഷൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കുക, അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നേരിടണം എന്ന തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ ജനങ്ങളെ ശീലിപ്പിക്കുക, ആളുകൾക്ക് ലൈറ്റ് അണച്ച് അകത്തിരിക്കാനുള്ള പരിശീലനം കൊടുക്കുക തുടങ്ങിയവ ലക്ഷ്യം വെച്ചിട്ടാണ്. എന്തായാലും അതുകൂടി നമ്മൾ ശീലിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഒരു യുദ്ധം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും യുദ്ധം ഉണ്ടാകില്ല എന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ. നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങിയാൽ, ശ്രീമതി ലാവണ്യ, നേരത്തെ താങ്കൾ ഒരു സാധാരണ പൗര എന്നുള്ള നിലയിൽ, ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ കാശ്മീർ പോയതാണ്. അപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണ പൗരൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള, സമാധാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പങ്കുവച്ചു. ഇവിടെ സിംബോളിക് ആയിട്ടുള്ളൊരു കാര്യം, ഈ അറ്റാക്കിന്, ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് സിന്ദൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം അവിടെ നടന്ന കാര്യം സ്ത്രീകളെ ഉപദ്രവിച്ചില്ല, മറിച്ച് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താക്കന്മാരെ കൊന്നുകളയുകയായിരുന്നു. അതും പോയിന്റ് ബ്ലാങ്കിൽ തലയ്ക്കും കഴുത്തിനുമൊക്കെ വെടിവെച്ച്. കാല് പിടിച്ച് എന്നെ കൂടി കൊല്ലൂ എന്ന് പറഞ്ഞ ആളുകളെ പോലും അവർ കൊന്നില്ലെന്ന് മാത്രമല്ല, കൊല്ലാതെ വിടുകയും അവരോട് വർത്തമാനം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ സ്വന്തം കൺമുമ്പിൽ വെച്ച് ഭർത്താവ് മരിച്ച് ആ നിലയിൽ അത്രയും വലിയ ട്രോമയിലായ ഭാര്യമാരാണ് ഈ അറ്റാക്കിൻ്റെ ബാക്കി പത്രമായി ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് നൽകുന്ന ഈ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന, സിന്ദൂരം മായ്ച്ചതിനുള്ള തിരിച്ചടിയായി നൽകിയിരിക്കുന്ന ഈ അറ്റാക്കിന് സിംബോളിക്കായ ഒരു പ്രാധാന്യവുമുണ്ട്. ഒരു വനിത എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെ കാണുന്നു? അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഞാൻ ഹെഡ്ലൈൻ വായിച്ചപ്പോൾ തന്നെ, കാരണം കറക്റ്റായിട്ട് അതൊരു എന്താ പറയുക, ആപ്റ്റായിട്ടുള്ളൊരു വേർഡാണ് സിന്ദൂർ. കാരണം അതിലെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത്, കാരണം അവർ ഫോക്കസ് ചെയ്ത് ജെൻസിനെയാണ്. സപ്പോസ് നിങ്ങൾ ഗൺ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, കാരണം എനിക്കറിയാം എന്തെങ്കിലും സംഭവം, പക്ഷേ ആ സമയത്ത് ഞാൻ എന്തായാലും അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഫസ്റ്റ് അവരെന്നെ ആയിരിക്കും കൊല്ലുന്നത്. അപ്പോൾ എന്നെ കൊന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഹസ്ബൻഡ് റിയാക്ട് ചെയ്യും, അവരും മരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഏതൊരു സ്ത്രീയുടെ, ഇപ്പം ഞാൻ ഇത് സംസാരിക്കുമ്പം ഏതൊരു സ്ത്രീയും കണ്ടുകൊണ്ടിരിക്കും, നമ്മളിപ്പോൾ മാരീഡ് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ബാക്ക് ബോണും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബലമാണ് നമ്മളുടെ ഹസ്ബൻഡ്. കാരണം എങ്ങനെ നമ്മളെ മക്കൾ കൂടെ ഉണ്ടെങ്കിലും, അച്ഛനമ്മ കൂടുതൽ ആരുണ്ടെങ്കിലും, നമുക്ക് നമ്മളെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ജീവനാണ്. നമ്മളെ മുമ്പിൽ വെച്ചിട്ട് അതും എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു അസുഖം വന്ന്
എന്തെങ്കിലും ആകുമ്പോൾ നമുക്കത് പിന്നെയും മനസ്സിലാക്കും. ഇതിപ്പോൾ നമ്മൾ അത്രയും സന്തോഷത്തിൽ പോയ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ മുമ്പിൽ, അതായത് നമ്മൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും കൊല്ലാണ്ട് നമ്മളെ മുമ്പിൽ നിന്ന് അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ട്രോമയെന്ന് അവർ, എനിക്കറിയില്ല, അവരെ ലൈഫ് ലോങ്, അവർ മരിക്കുന്നത് വരെ ആ ഒരു ട്രോമ അവരുടെ മൈൻഡിലുണ്ട്. ഇപ്പോൾ അച്ഛൻ പോയാലും ഹസ്ബൻഡ് പോയാലും. അപ്പോൾ അതിന് കാരണം ഒരു ഭാരത സംസ്കാരത്തിന് ഇപ്പം ഇത്ര സമയം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സിന്ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു സുമംഗലി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു അടയാളമാണ് സിന്ദൂരം അല്ലെങ്കിൽ പൊട്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക അതിന് പകരമായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഹിമാൻഷി അതുപോലെ തന്നെ കർണാടകയിലെ മഞ്ജുനാഥിൻ്റെ വൈഫ് അവർക്കെല്ലാം ആ ഒരു അത്ര ഒരു റിവെഞ്ച് ആയിരിക്കും. കാരണം അവരെ കൈ കിട്ടിയ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും, കാരണം അങ്ങനത്തെ ഒരു റിവെഞ്ച് ആയിരിക്കും അവരുടെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു ഇതിലവർ ചെയ്തപ്പോൾ ശരിക്കും അവരുടെ ആ ഒരു സിന്ദൂരത്തിന് പകരമാണ് ഇന്ത്യൻ ആർമി ഈ ഒരു പ്രവൃത്തികൾ ചെയ്തത്, മീൻസ് ഈ ഒരു അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു പകുതിയെങ്കിലും അവരെ എന്താ പറയുക അവരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇന്ന് ശരിക്കും ഈ ഒരു സംസാരത്തിനും ഈ ഒരു വാക്ക് സംസാരിക്കാൻ ഞാനിവിടെ ഉള്ളത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുവാണ്. അതും സത്യം പറഞ്ഞാൽ ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ നെറ്റിയിൽ എൻ്റെ സിന്ദൂരമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഭാഗ്യം. അതിൽ ഈ ഒരു വേർഡിന് അത് നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന ഒരു ഇതിൽ ഈ ഒരു വേർഡ് അല്ലെങ്കിൽ എന്താണ് സിന്ദൂർ എന്നുള്ള ആ ഒരു വേർഡ് എന്ന് വെച്ചാൽ അത് എക്കാലത്തും അത് ഒരുപോലെ ആ പേര് മായാണ്ടുണ്ടാവും. പക്ഷേ ഇത് ലാസ്റ്റ് അറ്റാക്ക് ആവട്ടെ, ഇനി ഒരിക്കലും ഒരു എന്താ പറയുക ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാണ്ട് ഇതൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇപ്പോൾ ഏത് രാജ്യമാണെങ്കിലും ആ ടെററിസം അവസാനിപ്പിച്ചിട്ട്, കാരണം ആരും ഇപ്പം ഇതുവരെ സംസാരിച്ച രവി സാറും എല്ലാവരും സംസാരിച്ച പോലെ തന്നെ ഈ തീവ്രവാദം അത് ഒരു രാജ്യത്ത് ഇല്ലാതിരിക്കട്ടെ, ഇനി അത് വളരാതിരിക്കട്ടെ, വളർന്നു വരുന്ന സമയത്ത് പാടാവട്ടെ. ഭീകരവാദം ഇനി തലപൊക്കാതിരിക്കട്ടെ, മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കട്ടെ, സഹോദരരെ പോലെ ജീവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എത്രമാത്രം ആ ആഗ്രഹം സാധ്യമാവുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഷിനാസ്, ഇപ്പോൾ പാകിസ്ഥാന് മേൽ ഡി എസ്കലേഷന് വേണ്ടി പ്രഷർ ഉണ്ടാകും. സ്വാഭാവികമായും അമേരിക്ക പ്രഷർ ചെയ്യുന്നുണ്ട്, മറ്റു രാജ്യങ്ങളും പ്രഷർ ചെയ്യുന്നുണ്ട്, ചൈന തന്നെയും ഒരു പക്ഷേ പ്രത്യേകിച്ച് സമാധാനം എന്നുള്ളത് ചൈനയോട് കൂടി ആവശ്യമാണ്. മേഖലയിലെ സമാധാനം ചൈനയുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് അനിവാര്യമാണല്ലോ. ചൈനയും പാകിസ്ഥാനെ പ്രഷർ ചെയ്യുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള പ്രഷറിൽ ഒരു പക്ഷേ ഡി എസ്കലേഷന് പാകിസ്ഥാൻ നിന്നാലും ഇപ്പോൾ പാകിസ്ഥാനെ നയിക്കുന്ന അസീം മുനീർ തികഞ്ഞ റാഡിക്കലായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ അറിയാം. താങ്കൾ തന്നെ നേരത്തെ പ്രസംഗം സൂചിപ്പിച്ചു. കാശ്മീർ ഞങ്ങളുടെ ജുഗുലാർ വെയിനാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. കൃത്യമായും ഇൻഡോക്ട്രിനേഷൻ എന്നുള്ളത് പാക് സൈനിക വിഭാഗങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്, അത് വസ്തുതയാണ് എന്നിരിക്കെ ഈ പറഞ്ഞ പ്രഷറൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഒരു ചുവട് വെച്ചിട്ട് രണ്ട് ചുവട് വെച്ചാലും ആത്യന്തികമായി പാകിസ്ഥാൻ ഇന്ത്യയോട് സമാധാനത്തിൽ ഇരിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഏത് നിമിഷവും എവിടെ നിന്നെങ്കിലുമൊക്കെ തലപൊക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? അതെ, പാകിസ്ഥാൻ ആ രാഷ്ട്രത്തിൻ്റെ സ്റ്റേറ്റ് ക്രാഫ്റ്റ്, രാഷ്ട്രതന്ത്രമായി, സ്റ്റേറ്റ് പോളിസിയായി, രാഷ്ട്രനയമായി ഭീകരവാദത്തെ പ്രയോഗിച്ച ഒരു രാഷ്ട്രമാണ്. ഇപ്പോൾ കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ 1999 ബിൽ ക്ലിൻ്റൺ നവാസ് ഷെരീഫിനെ വാഷിങ്ടണിലേക്ക് വിളിച്ചു, വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു, സാറ്റലൈറ്റ് ഫോട്ടോസ്, ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു, നിങ്ങളാണ് പിന്മാറുക എന്ന് പറഞ്ഞപ്പോഴാണ് നവാസ് ഷെരീഫ് അവിടുന്ന് പിന്മാറുന്നത്. നവാസ് ഷെരീഫ് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അന്ന് പർവേസ് മുഷറഫായിരുന്നു സൈനിക മേധാവി. അദ്ദേഹം തന്നെ നടപ്പാക്കിയ പദ്ധതിയാണ് എന്നൊക്കെയാണ് പിന്നീട് വന്ന വാർത്തകൾ. എന്തായാലും പാകിസ്ഥാൻ പിൻവലിയാൻ നിർബന്ധിതയായി. അതുപോലെ 2019 പുൽവാമ ആക്രമണം നടന്നപ്പോൾ നമ്മൾ ബാലക്കോട്ട്, അത് പാക് അധീന കാശ്മീരിലൊന്നുമല്ല, ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയുടെ ഭാഗമോ അതിനടുത്തോ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ബാലക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര പരിശീലന ക്യാമ്പാണ്. അന്ന് ലൈൻ ഓഫ് കൺട്രോൾ കടന്നിട്ടാണ് മിറാഷ് വിമാനങ്ങൾ പോയത്. ഇന്നത്തെ ആക്രമണത്തിൽ ലൈൻ ഓഫ് കൺട്രോൾ ഒരു വിമാനവും നമ്മുടെ സൈനിക യുദ്ധവിമാനങ്ങളൊന്നും ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ചിട്ടില്ല. ഇന്ത്യൻ അതിർത്തിക്കകത്ത് നിന്ന് തന്നെ തൊടുത്തതാണ്. പക്ഷെ പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള ഭീകരവാദത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 2000 ബിൽ ക്ലിൻ്റൺ ഇന്ത്യയിൽ വന്നപ്പോൾ 36ഓളം 3 ഡസൻ സിഖുകാരെ കൂട്ടക്കൊല ചെയ്തു. അതുപോലെ 2008 മുംബൈ ഭീകരാക്രമണം, അതുപോലെ സിവിലിയൻ ആക്രമണം 170ഓളം പേരെ
കൂട്ടക്കൊല ചെയ്തു. അതുപോലെ ഉറി, പത്താൻകോട്ട് 2016, പുൽവാമ, അത് കഴിഞ്ഞ് എപ്പിസോഡിക്കായിട്ട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ കുറച്ച് ഒരു കാലം നിശ്ചലത, കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല, മേജർ ആക്രമണങ്ങൾ ഉണ്ടാവില്ല, പിന്നെയും കോപ്പ് കൂട്ടിയിട്ട് ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇതിനെന്താണ് ഒരു ശാശ്വത പരിഹാരം? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ അസ്തിത്വം, അതിൻ്റെ നിലനിൽപ്പ് ഇന്ത്യ വിരുദ്ധതയിലാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് പോയി, പാകിസ്ഥാനിൽ തന്നെ 2 ബംഗ്ലാദേശ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ബലൂചിസ്ഥാൻ, 2 വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പഖ്തൂൺഖ്വ. അപ്പോൾ 2 ബംഗ്ലാദേശുകൾ, അല്ലെങ്കിൽ നമുക്ക് കാശ്മീർ പോലെ തന്നെ, അല്ലെങ്കിൽ 71 ബംഗ്ലാദേശിൻ്റെ ആ ഒരു അവസ്ഥ പോലെ ബലൂചിസ്ഥാനിലും വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലും പാകിസ്ഥാനുണ്ട്. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ പാക് കറൻസിയുടെ $1 എന്ന് പറഞ്ഞാൽ 275 പാക് റുപ്പിയാണ്. 1 ലിറ്റർ പെട്രോളിന് 230ഓളം പാക് രൂപയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. IMFൽ നിന്ന് $7 ബില്യൺ കിട്ടി. അതിന് അതേസമയം തന്നെ UAEയും സൗദി അറേബ്യയും പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. അതേസമയം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, IOC, ഇസ്ലാമിക് കോപ്പറേഷൻ എന്നൊക്കെ പറയുന്ന ഇന്ത്യയും UAEയുമായുള്ള വാണിജ്യ ബന്ധമെടുത്താൽ ഇന്ത്യയുടെ ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളിയാണ്, ട്രേഡ് പാർട്ട്ണറാണ് UAE. സൗദി അറേബ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ 4ാമത്തെ ട്രേഡ് പാർട്ട്ണറാണ്, വാണിജ്യ പങ്കാളിയാണ്. അവർക്കൊക്കെ അവരുടെ ദേശീയ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൈനിക താല്പര്യങ്ങളല്ല, മത താല്പര്യങ്ങൾ മാത്രമല്ല, പ്രത്യയശാസ്ത്ര താല്പര്യങ്ങൾ മാത്രമല്ല, അതിനെയൊക്കെ കവച്ചു വെക്കുന്ന താല്പര്യങ്ങളാണ് സാമ്പത്തിക താല്പര്യങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയും കൃത്യവും വ്യക്തവും സൂക്ഷ്മവുമായ അറ്റാക്ക്, പ്രത്യാക്രമണം ഇന്ത്യ നടത്തിയിട്ട് പോലും ലോകരാഷ്ട്രങ്ങൾ കാര്യമായി, ചൈന പോലും ആ രീതിയിൽ പ്രതികരിക്കാതിരുന്നത്. ഇനി ഇത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് മറ്റേതെങ്കിലും വിധത്തിൽ ഇന്ത്യയുടെ സൈനിക ആസ്ഥാനങ്ങളെയോ കേന്ദ്രങ്ങളെയോ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെയോ ലക്ഷ്യം വെക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ, അതിന് അസീം മുനീറും അദ്ദേഹത്തിൻ്റെ സൈന്യവും മുതിർന്നാൽ, ഇന്ത്യ മറ്റേതൊരു രാഷ്ട്രത്തെ പോലെയും ആ രീതിയിലുള്ള തിരിച്ചടി നടത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് പാകിസ്ഥാന് വിവേകമുണ്ടെങ്കിൽ, സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. പാകിസ്ഥാൻ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇന്നാണ് മോക്ക് ഡ്രിൽ, സിവിൽ ഡിഫൻസ് ഡ്രിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ നമ്മളൊക്കെ കരുതിയത് ഈ സിവിൽ ഡിഫൻസ് ഡ്രിൽ, മോക്ക് ഡ്രിൽ, എയർ സൈറൺ ഇതൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഈ യുദ്ധാവസ്ഥയുമായി പരിചയപ്പെട്ട ശേഷം ഒരു ദിവസം ഇന്ത്യ ആക്രമണം നടത്തുമെന്നാണ്. പക്ഷേ ഈ സിവിൽ ഡിഫൻസ് ഡ്രിൽ ഇന്ന് 4 മണിക്ക് നടക്കുന്നതിന് ഏതാണ്ട് ഒരു 10-16 മണിക്കൂർ മുമ്പ്, പുലർച്ചെ 1:04 ആരംഭിച്ച ആക്രമണം ഇന്ത്യക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, പാകിസ്ഥാനിലെ സാധാരണ പൗരന്മാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, സൈനിക നേതൃത്വത്തിലെ ചിലർ ഈ ഒരു തന്ത്രം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാകിസ്ഥാൻ ഉൽപ്പാദിപ്പിക്കുന്ന പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റായിട്ട് രാജ്യതന്ത്രമായി രാജ്യതന്ത്രമാണ് ടെററിസം എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പാകിസ്ഥാൻ തന്നെയും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ ഡർട്ടി ഗെയിം കുറെ കാലമായി കളിക്കുന്നു എന്ന് പാകിസ്ഥാന്റെ മന്ത്രി ഓൺ എയറിൽ ടെലിവിഷൻ ചാനലിനോട് പറയാൻ നമ്മൾ കേട്ടാണ്. ശ്രീ മേജർ രവി, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇന്ത്യയെ ഏറ്റവും അധികം മുറിവേൽപ്പിച്ചിട്ടുള്ള ഒരു ഭീകരനാണ് മൗലാന മസൂദ് അസർ. ഇന്ത്യയുടെ വിമാനം കാണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയി ഇന്ത്യ ഗവൺമെന്റുമായി വിലപേശി ജയിൽ മോചിതനായി. അതിനുശേഷം നമുക്കറിയാം ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെയും ചുക്കാൻ പിടിച്ചിട്ടുണ്ട് മൗലാന മസൂദ് അസർ. മസൂദ് അസറിന്റെ 14 വേണ്ടപ്പെട്ടവരാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തലനാരിഴയ്ക്ക് മസൂദ് അസർ രക്ഷപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. പ്രതികാരവാജ്ഞയുണ്ടാവും. അതുപോലെ തന്നെ 3 ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ, 2 ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങൾ, 4 LETയുടെ ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രങ്ങൾ കൃത്യമായി തലയ്ക്ക് തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ, അവരുടെ ബേസ് ക്യാമ്പുകൾ ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഭീകരവാദികളെ സംബന്ധിച്ച് ഭീകരവാദികൾ പതുങ്ങാനാണോ അതോ ഇതിന് അവരുടെ നിലയിൽ റിട്ടാലിയേറ്റ് ചെയ്യാനാണോ സാധ്യത? നമ്മുടെ ഒരു എക്സ്പെരിമെന്റ് വെച്ച് എങ്ങനെയാണ്?
ആദ്യമായിട്ട് മൗലാനയുടെ ഫാമിലീസിനെ മുഴുവനാണ് തകർത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് കാലം വയ്ക്കുന്ന നീതികളെന്ന് പറയുന്നത്. അവൻ അവിടുന്ന് പറഞ്ഞയച്ചിരിക്കുന്ന ആൾക്കാർ ഇവിടെ എന്താണ് ചെയ്തത്? ഏറ്റവും വേണ്ടപ്പെട്ട ആ സിന്ദൂർ എന്ന് പറയുന്നത്, സിന്ദൂർ മായ്ക്കത്തക്ക രീതിയിലുള്ള അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഭാര്യമാരുടെയും മുന്നിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുടെയോ അല്ലെങ്കിൽ അച്ഛന്മാരുടെയോ ഇവരുടെ എല്ലാം കൊലപാതകം അവർ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. അവരുടെ എല്ലാം പേരക്കുട്ടികൾ, നമ്മുടെ കേരളത്തിൻ്റെ ആർദിയെപ്പോലുള്ളവരുടെ 2 മക്കളും ഒരുമിച്ച് കിടക്കുമ്പോഴാണ് മുത്തശ്ശനെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് അതിൻ്റെ ആഘാതം എന്തെന്നുള്ളത് അറിയുന്ന ഒരു ജനത ഇന്ന് ഈ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ദേ വിൽ ബി വെരി ഹാപ്പി. മൗലാന, നീ മരിക്കരുതടാ, നീ ചാവാതെ ഇതുപോലുള്ള വേദനകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. കൂടെയുള്ളവരുടെ സ്വന്തക്കാരുടെ ജീവൻ എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ നിൻ്റെ സ്വന്തം കൺമുന്നിൽ വെച്ചിട്ട് നിൻ്റെ സ്വന്തക്കാരുടെ ജീവൻ എടുത്ത സമയത്ത്, ജീവൻ പോയ സമയത്ത് നിനക്കെന്ത് മാനസിക സംഘർഷം ഉണ്ടായോ അതിലും വലിയതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ പെങ്ങന്മാർക്കും ഞങ്ങളുടെ അമ്മമാർക്കും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ സഹിച്ചത്. അതിന് കാലം തന്നതാടാ. 15 ദിവസത്തിനകത്ത് നിനക്ക് കിട്ടിയിട്ടുള്ള ആ പനിഷ്മെൻറ്റ്, ഇതിലും വലിയ പനിഷ്മെൻറ്റ് എന്ത് വേണം? ഇനി നീ ജീവിച്ചിരിക്കണം, ഇനിയും നീ ട്രൈ ചെയ്യ് ഇങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ട്. അയച്ചു കഴിഞ്ഞാൽ നിൻ്റെ അന്ത്യം വളരെ ഭീകരമായിരിക്കും. കാരണം നിന്നെ പണ്ട് ഇവിടെ കാശ്മീർ ജയിലിൽ വെച്ചിരുന്ന സമയത്ത് 89-ലാണ് നിന്നെ ഇവിടുന്ന് വെടിവെച്ചിരിക്കുന്നത്. ആ സമയത്ത് നീ ജയിലിലുണ്ടായിരുന്ന സമയത്ത് അന്ന് അവിടെ വെച്ചിട്ട് നിന്നെ വെടിവെച്ച് കൊല്ലുണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെ പറയുന്ന സമയത്ത് മേജർ വി വയലൻ്റ് ആണെന്നുള്ള അല്ല, ഇത് ഓരോ ഇന്ത്യക്കാരൻ്റെയും വികാരമാണ്. അന്ന് നിൻ്റെ ആളുകൾ വന്നിട്ട് റുബയ്യ സൈദിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് നിന്നെ വിലപേശിയിട്ട് എടുത്തുകൊണ്ട് പോയി ഇവിടുന്ന്. അതെടുത്തുകൊണ്ട് പോകാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്നെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾക്ക് സഹിക്കേണ്ടായിരുന്നതാണ്. ഇത് അന്ന് എടുക്കണമായിരുന്നു ഈ ഗവൺമെൻറ് ഇതുപോലുള്ള തീരുമാനങ്ങൾ. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇതൊരു പാഠമാണ്. ടെററിസത്തിൻ്റെ മുന്നിൽ നമ്മൾ ഒരിക്കലും മുട്ടുകുത്തരുത്. ഇതെന്താണെന്ന് വെച്ചാൽ ഗുണ്ടായിസത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കഴിഞ്ഞാൽ ഗുണ്ടകൾ വളരുന്ന പോലെയാണ് ടെററിസം. ടെററിസത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തി അവരുടെ ഡിമാൻഡിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി അത് പോയിക്കൊണ്ടേയിരിക്കും. നിസ്സഹായരായ ജനങ്ങൾ ഇത് സഹിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നിൻ്റെ ഫാമിലീസിനെ മുഴുവൻ ഞങ്ങൾ തട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ പേരിൽ നീ അതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറയും. കാരണം അവന് ഇനി അതിൻ്റെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് അവൻ അറിയുന്നത് സ്വന്തക്കാരെ കൺമുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അറിയപ്പെടുന്ന രീതിയിൽ അവരെ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മാനസിക ആഘാതം എന്തെന്നുള്ളത് നിന്നെപ്പോലൊന്ന് പഠിപ്പിച്ചു തന്നു ഓപ്പറേഷൻ സിന്ദൂർ. നീ ഇവിടെ മായ്ച്ചു കളഞ്ഞ സിന്ദൂരത്തിൻ്റെ അതിൻ്റെ എല്ലാം വലിയൊരു ആഘാതമാണ് നിനക്ക് ആ സിന്ദൂർ എന്നുള്ള ഓപ്പറേഷൻ വന്നിട്ട് നിനക്ക് തന്നിരിക്കുന്നത്. ഐ എം വെരി ഹാപ്പി. ബാക്കി ക്യാമ്പിൽ ആര് മരിച്ചു എന്നുള്ളതില്ല, ഇവൻ്റെ ഈ ഫാമിലി മെമ്പേഴ്സുള്ള 11 പേര് മരിച്ചിട്ടുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത്. കാരണം നീ കൊടുത്ത വേദന ഇവിടെയുള്ള കുട്ടികൾക്ക്, ഇവിടെയുള്ള ഭാര്യമാർക്ക്, മക്കൾക്ക്, മകൾക്ക്, അമ്മമാർക്ക് ഇവർക്ക് കൊടുത്ത വേദന നീ അനുഭവിക്കടാ. ഇനി അതാണ് ഇന്ത്യ തന്നിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ കൂടെ. നീ ഇനി ഇവിടെ വന്നിട്ട് അവൻ വേറൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടത്തും എന്നുള്ളത് ഇപ്പം അഭിലാഷ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവൻ്റെ എല്ലാം നട്ടെല്ലാം ഒടിഞ്ഞിരിക്കുന്നു. ഓൾറെഡി പാകിസ്ഥാൻ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ഇവനെപ്പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവന് കിട്ടിയ ഈ ഒരു ആഘാതം ഉണ്ടല്ലോ, ഇന്ത്യ ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് ദിസ് എ റൈറ്റ് പനിഷ്മെൻറ്റ്. ആ 4 പേരോട് വന്ന് കൊന്നുപോയി എന്ന് പറഞ്ഞില്ലേ, അവനെ പറഞ്ഞയച്ചവനാണ് ഇവനെല്ലാം. അപ്പോൾ അവനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വേരോടെയാണ് മുറിച്ചിരിക്കുന്നത്, അല്ല ബ്രാഞ്ച് അല്ല മുറിക്കേണ്ടത്. ആ വേരിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് വി ഓൾ ഷുഡ് ബി ഹാപ്പി വാട്ട് അവർ സോൾജേഴ്സ് ഹാവ് ഡൺ. തീർച്ചയായിട്ടും ശ്രീ സന്ദീപ് വാര്യർ, ഇത് ഇപ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായി ഒരു രാജ്യമായി നിൽക്കുന്ന സമയമാണ്. സ്വാഭാവികമായും ഇതൊരു രാജ്യത്തിൻ്റെ പ്രതികരണം എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നേരിടാനും ആ തരത്തിൽ ഇന്ത്യ സജ്ജമാണ്. അപ്പോൾ ഇങ്ങോട്ടൊരു ഭീകരവാദ ആക്രമണം ഉണ്ടായി, അതിൻ്റെ വേറിറക്കുന്ന വിധത്തിൽ ഡിറ്ററൻറ്റ് പണിഷ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തു. ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് കൂടിയാണ് എന്ന് ഇന്ത്യ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അതിന് മുമ്പ് മേജർ സാർ പറഞ്ഞല്ലേ അദ്ദേഹത്തിന് ഒരു ഫാക്ച്വലി അദ്ദേഹത്തിന് ചെറിയൊരു ഇത് പറ്റിയിട്ട് തോന്നുന്നു. മസൂദ് അസറിനെ റിലീസ് ചെയ്ത് 89-ലായിരുന്നില്ല, 99-ൽ കാന്തഹാറിൽ ഇന്ത്യൻ എയർലൈൻസിന് വിമാനം തട്ടിക്കൊണ്ടുപോയ സമയത്ത് വാജ്പേയി സർക്കാർ ഭരിക്കുമ്പോഴാണ് ജസ്വന്ത് സിംഗ് മസൂദ് അസറിനെ കാബൂളിൽ കൊണ്ടുപോയി റിലീസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിനൊരു ചെറിയ ഇത് പറ്റിയതായിരിക്കാം. എനിവേ അതിനുശേഷം മസൂദ് അസറിനെ 99-ൽ കാന്തഹാറിലെ സമയത്ത് ജസ്വന്ത് സിംഗ് വിമാനത്തിൽ കൊണ്ടുപോയി റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് അയാൾ നേതൃത്വം കൊടുക്കുന്നത്. അയാൾ പിന്നീട് രൂപീകരിക്കുന്ന തീവ്രവാദ സംഘടനയാണ് നമ്മുടെ പാർലമെൻറ്റ് ആക്രമണം നടത്തുന്നു. അതിനുശേഷം മുംബൈ ഭീകരാക്രമണം നടക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്ക് പുറകിൽ
പിന്നീട് മസൂദ് അസറാണ് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മസൂദ് അസറിൻ്റെ കുടുംബം, മസൂദ് അസറിൻ്റെ വീടിനെയും ഇന്ത്യൻ ആർമി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. മസൂദ് അസറിൻ്റെ തീർച്ചയായിട്ടും തീവ്രവാദം കൊണ്ട് മസൂദ് അസർ തുടങ്ങി വെച്ച ഈ തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ അയാൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അയാൾ കൂടി അതിൻ്റെ വേദന അനുഭവിക്കണം. സ്വന്തം ബന്ധുക്കളും കുടുംബവും ഒക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അയാൾ കൂടി അനുഭവിക്കണം എന്നുള്ളത് തീർച്ചയായും അത് കാലത്തിൻ്റെ കാവ്യനീതി കൂടിയാണ്. പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിന് പലതരത്തിലുള്ള യുദ്ധമുഖങ്ങൾ, ഇപ്പം ഈ ഡയറക്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് മാത്രമല്ല, നമുക്ക് മറ്റു പലതരത്തിലുള്ള ഇക്കണോമിക് ബ്ലോക്കേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമുക്കറിയാം, ഇപ്പം മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ മുഴുവൻ ഒരു ഡോസിയർ കൊടുക്കുകയും പാകിസ്ഥാനെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അപ്പം പാകിസ്ഥാനെ ഒരു തീവ്രവാദ രാജ്യമായി ലോകം മുഴുവൻ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി, പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിലേക്കുള്ള ഐസൊലേഷനിലേക്ക് വീണ്ടും പാകിസ്ഥാനെ കൊണ്ടുപോകണം. പാകിസ്ഥാന് ഇരവാദം ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യം ഒഴിവാക്കുക കൂടി വേണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ നിലവിൽ ഇന്ത്യൻ സൈന്യം എടുത്തിട്ടുള്ള വളരെ ആപ്റ്റായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഈ തിരിച്ചടി, ആ തിരിച്ചടിക്കൊപ്പമാണ് ഈ രാജ്യത്ത് 140 കോടി ജനങ്ങളും. തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചടി ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു അഡ്വഞ്ചറസ് ഒരു മിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരായിട്ട് വീണ്ടും പാകിസ്ഥാൻ്റെ ശിരസ്സിനുമേൽ പ്രഹരമേൽപ്പിക്കുന്ന നിലപാടുകളുമായിട്ട് സൈന്യം മുന്നോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസം ഓരോ പൗരനുമുണ്ട്. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതൊരു സമയത്തും, നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം സദാ ഉറങ്ങാതെ കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ധൈര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ധൈര്യം നൽകുന്നത്, പ്രേരണ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിന് ഒരിക്കൽ കൂടി സല്യൂട്ട് നൽകുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നമുക്കറിയാം പാകിസ്ഥാൻ എന്തെങ്കിലും മിസ് അഡ്വഞ്ചർ കാണിക്കുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്തിനും രാജ്യം സജ്ജമാണെന്നാണ്. ഈ പെഹൽഗാം ഉണ്ടായതിനു ശേഷം ഇന്ത്യ നിരവധി നടപടികൾ എടുത്തിരുന്നു. ഇൻഡസ് വാട്ടർ ട്രീറ്റി അബയൻസിൽ വെച്ചു, മരവിപ്പിച്ചു. അതുപോലെ തന്നെ സാർക്ക് വിസ അടക്കം മരവിപ്പിച്ചു. പാകിസ്ഥാൻ പൗരന്മാരെ തിരികെ അയച്ചു. മിഷനുകളിലെ ആളുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. അങ്ങനെ ഒരുപാട് നടപടികൾ എടുത്തു. അതിനുശേഷമാണ് സൈനിക നടപടി. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതുപോലെയാണ്. ഇതിനപ്പുറത്ത് കൂടുതൽ ഈ ക്രോസ് ബോർഡർ ടെററിസത്തിന് സേഫ് ഹെവനുകൾ ഒരുക്കുന്നതിനെയും സംബന്ധിച്ച് ആഗോള വ്യാപകമായി തന്നെ ഒരു ആന്റി ടെറർ ഫ്രണ്ട് വരേണ്ടതുണ്ടല്ലോ. ഇതിനപ്പുറത്ത് ഇനി ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇനി എന്ത് ആണ് ബാക്കിയുള്ളത്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിന് മറുപടി പറയാം. അതിനുമുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. അതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ പെഹൽഗാമിലെ അക്രമത്തിൽ ഈ നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീകളുടെ, നമ്മുടെ സഹോദരിമാരുടെ ആ സിന്ദൂരം, മാംഗല്യ സിന്ദൂരം മായ്ച്ചു കളഞ്ഞിട്ട് ഈ തീവ്രവാദികൾ വർത്തമാനം പറയുകയല്ല ചെയ്തത്. പോയി മോദിയോട് പറ ഞങ്ങൾ നിങ്ങളുടെ മാംഗല്യ സിന്ദൂരം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് മോദിയോട് പറയാനാണ് പറഞ്ഞത്. മോദിയോട് അവർ ഹൃദയം പൊട്ടി പറഞ്ഞു. നരേന്ദ്രമോദി 15 ദിവസം കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഹൃദയം പൊട്ടി പറഞ്ഞ നാരീശക്തിയെ, അല്ലെങ്കിൽ അവരുടെ വികാരത്തെ നാരീശക്തി കൊണ്ട് തന്നെ തിരിച്ചടിച്ചു. അതാണ് ഇന്ന് ഏറ്റവും വലിയ സിംബോളിക്കായിട്ട് ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ 2 സ്ത്രീകളാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു. ആ സിംബോളിക്കായിട്ടുള്ള മറുപടി, ആ മറുപടി അടക്കമുള്ള ഈ പ്രത്യാക്രമണത്തിനെല്ലാം ഒരു പൊളിറ്റിക്കൽ വില്ല് വേണം അഭിലാഷ്. നമ്മളെല്ലാം കാണേണ്ട അതാണ്. സൈന്യം ശക്തമാണ് നമ്മുടെ, പക്ഷെ പൊളിറ്റിക്കൽ വിൽ എപ്പോഴൊക്കെയാണോ ഇല്ലാതിരുന്നത് ആ കാലഘട്ടത്തിലെല്ലാം നാം കുമ്പിടുകയുണ്ടായി. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയെ സംരക്ഷിക്കുക എന്നത് പൊളിറ്റിക്കൽ വില്ലോട് കൂടിയിട്ടുള്ള ഒരു സൈന്യം ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് കഴിയൂ. ആ പൊളിറ്റിക്കൽ വില്ലാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ആ പ്രവർത്തനവും ആ കാഴ്ചപ്പാടും. ആ പൊളിറ്റിക്കൽ വില്ലാണ്. അതിന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ല, ഏത് കമ്മ്യൂണിറ്റി വന്നാലും ശരി. ഇനി ഞാൻ ഇൻ്റർനാഷണൽ താരമായി നിൽക്കാൻ തയ്യാറല്ല. എൻ്റെ നാട്ടിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അവനെ ഉന്മൂലനം ചെയ്ത് അവൻ്റെ കുടുംബത്തിൻ്റെ തായ്വേര് തകർത്തത്, ആ തകർത്ത സംഭവത്തിൽ
വാസ്തവത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കേറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. ഞാനത് പറയുമ്പം ഇപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്ത്യയുടെ ടൈഗർ ഹിൽസ് പാകിസ്ഥാൻ ഒക്കുപ്പൈ ചെയ്ത, പാകിസ്ഥാനെ പുഷ് ബാക്ക് ചെയ്ത് ഇന്ത്യ ടൈഗർ ഹിൽസ് തിരികെ പിടിക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ അമേരിക്കയുടെ 7ാം കപ്പൽ പടയെ കൂസാതെ ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബംഗ്ലാ യുദ്ധം ഇന്ത്യ ജയിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പാകിസ്ഥാൻ സമ്പൂർണ്ണമായി ഇന്ത്യയുടെ മുമ്പിൽ അടിയറവ് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ നമ്മൾ ഓരോ പ്രധാനമന്ത്രിമാരുടെ കാലത്തും ഇന്ത്യയാണ്. ഒരാൾ ഭരിക്കുമ്പോൾ മാത്രം എന്നുള്ളതല്ല, ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ആ സ്ട്രെങ്ത് ഉണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. ഞാനത് പറയുന്നതിനിടയിൽ താങ്കൾ സംസാരിച്ചത് കൊണ്ടാണ് താങ്കൾ അത് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ പൊളിറ്റിക്കൽ വില്ലാണ് ഇന്ദിരാഗാന്ധി കാണിച്ചത്. ഈ പൊളിറ്റിക്കൽ വില്ല് ഇന്ദിരാഗാന്ധി കാണിച്ചു. അവിടെ 7ാം കപ്പൽപ്പടയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവിടെയാണ് നേരത്തെ ലോകരാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധത്തിൽ ലോകരാജ്യം നമ്മൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പം ലോകത്തിൻ്റെ നിലപാടല്ല എന്ന് പറയരുത്. എന്താ കാരണം വെച്ചാൽ 7ാം കപ്പൽപ്പട വന്നപ്പോൾ ഈ 7ാം കപ്പൽപ്പട തിരിച്ചു പോയത് കേവലം നമ്മളുടെ പൊളിറ്റിക്കൽ വില്ല് മാത്രമായിരുന്നില്ല. പൊളിറ്റിക്കൽ വില്ലിൻ്റെ കൂടെ നയതന്ത്ര രംഗത്തെ ഇന്ദിരാഗാന്ധിയുടെ വിജയമുണ്ടായിരുന്നു. അന്ന് റഷ്യ നമ്മളെ സഹായിക്കാൻ വന്നു. അത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഡിപ്ലോമസിയും നയതന്ത്ര ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ വന്നപ്പോൾ റഷ്യ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. അപ്പോഴാണ് 7ാം കപ്പൽപ്പട തിരിച്ചു പോയത്. ഞാൻ പറഞ്ഞു വന്നത് ഏത് രാജ്യത്തിൻ്റെയും ഏത് രാഷ്ട്രത്തിൻ്റെയും, ഇത് പൊളിറ്റിക്സ് അല്ല, ഞാൻ പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്, ഞാൻ പറയുന്നതിനിടയിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. ഏത് രാജ്യത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ വില്ലും സൈന്യവും ചേർന്നതാണ്. ആ പൊളിറ്റിക്കൽ വില്ലാണ് നയതന്ത്ര രംഗത്ത് പ്രകടമാവേണ്ടത്. അത് ഇന്ദിരാഗാന്ധി പ്രകടമാക്കി. അതുകൊണ്ടാണ് 1971 നമുക്ക് ആ വിജയം തീർച്ചയായിട്ടും ഉണ്ടായത്. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ വിൽ എവിടൊക്കെയാണോ എപ്പോഴൊക്കെയാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, ആ സമയത്ത് സൈന്യമുണ്ടെങ്കിലും നമുക്ക് ആക്രമിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്കൽ വിൽ എന്ന കാഴ്ചപ്പാടിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നരേന്ദ്ര ഭാരതം ഇതൊരു പുതിയ ഭാരതമാണ്, ഇതൊരു പുതിയ ഇന്ത്യയാണ് എന്ന രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ആർക്കും കീഴടക്കാനാവാത്ത, ഞാൻ പ്രധാനമന്ത്രി എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണുന്നുള്ളൂ, രാഷ്ട്രീയമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയെ ഞാനും നിങ്ങൾക്കും എല്ലാവർക്കും ആ പൊളിറ്റിക്കൽ വില്ലിനെ നാം അംഗീകരിച്ചുകൊണ്ട് സൈന്യത്തിന് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് വേണം നാം മുന്നോട്ട് പോകുവാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നിർത്താം, മറ്റൊന്നുമല്ല, അത് മേജർ രവി ക്ലിയർ ചെയ്തോട്ടെ. ഞാൻ മനസ്സിലാക്കിയതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നുവരെ നേരിട്ടുള്ള യുദ്ധമല്ലാത്ത കാലഘട്ടത്തിലെല്ലാം നാം ഇപ്പോൾ ഉറിയിലും അതുപോലെ ബാക്കി സമയത്തൊക്കെ നമുക്കുണ്ടായ സംഭവത്തിലെല്ലാം നമ്മൾ POK വരെ മാക്സിമം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പാകിസ്ഥാനെ അവൻ്റെ അതിർത്തി കടന്ന്, POK അല്ലാത്ത അതിർത്തി കടന്ന് നാം അവൻ്റെ മണ്ണിൽ പോയിട്ടാണ് അടിച്ചിരിക്കുന്നത്. അവിടെയാണ് ആ പൊളിറ്റിക്കൽ വില്ലിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് അണുവായുധം വിടുമെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ, ഞങ്ങൾ നിർത്താം, ഞങ്ങൾക്ക് തയ്യാറാണെന്ന. ഏത് അണുവായുധം വിട്ട് ഇന്ത്യ ഇപ്പം ആക്കുമെന്ന് പറഞ്ഞവനാ. ഒരു വിമാനം അയക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സുസജ്ജമായ രീതിയിൽ 3 സേനകളും ഐക്യത്തോടു കൂടി നിന്ന് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, ജാതി മത ഭാഷ വേഷ വർണ്ണ രാഷ്ട്രീയത്തിനപ്പുറം ഒരാളുടെ നേതൃത്വത്തിൽ, ഞാൻ അഭിലാഷ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഇന്ത്യയിലെ ഏതെങ്കിലും മന്ത്രിമാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഒരേ ഒരാൾ സംസാരിച്ചു അഭിലാഷ്, അതാണ് ഇന്ത്യ. ഒരേ ഒരാൾ, പ്രധാനമന്ത്രി മാത്രം. പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പാകിസ്ഥാനെ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എവിടെയാണോ ഞങ്ങളെ ആക്രമിക്കാൻ വിട്ട തീവ്രവാദികൾ, എവിടെയാണോ ഭാരതത്തെ ആക്രമിച്ച ആ ഭീകരവാദികൾ, നിന്നെയൊക്കെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലും എത്ര കൃത്യമായിട്ടായിരുന്നു. വാക്കുകൾ എങ്ങനെയാണോ ഉപയോഗിച്ചത്, വാക്കും പ്രവൃത്തിയും ഒരേപോലെ പോയ ഒരു ദൗത്യ നിർവഹണമാണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് ഒരിക്കൽ ഇന്ത്യക്ക് ഇപ്പോ മാത്രമുള്ള കേപ്പബിലിറ്റി അല്ല, ഇന്ത്യ എല്ലാ കാലത്തും പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ കേപ്പബിലിറ്റി കാണിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഫൈറ്റൺ, ഓപ്പറേഷൻ ട്രൈഡന്റ് 1971 ഇന്ത്യ 2 വട്ടം കറാച്ചി റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നേവി,
ഇന്ത്യക്ക് ആ മിലിറ്ററി മൈറ്റ് അല്ലെങ്കിൽ പാകിസ്ഥാനോട് ഏറ്റുമുട്ടുമ്പോൾ ഉള്ള ഇന്ത്യയുടെ സൈനിക ശേഷി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ മാത്രമുള്ളതല്ല, മുൻകാലത്ത് ഉണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനോട് അടിയറവ് പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴല്ല, മുൻപും ഇന്ത്യ ആ പറയുന്ന ഒരു വിജയം തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, തെറ്റിദ്ധരിപ്പിക്കരുത്. ശരി, ഓക്കെ. ഇവിടെ ഇപ്പോൾ ശ്രീ മേജർ രവി, ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, 4 ഭീകരർ അതിൽ പാകിസ്ഥാനികളുണ്ട്, ഇന്ത്യക്കാരായ 26 പേരെ, 25 ഇന്ത്യക്കാരെ ഒരു നേപ്പാളിയെയും തൊട്ടടുത്ത് നിന്ന് ക്ലോസ് റേഞ്ചിൽ തലയ്ക്കും നെഞ്ചിനുമൊക്കെ വെടിവെച്ചു കൊന്ന ഭീകരരെ പിടികൂടിയിട്ടില്ല. അവരുടെ ആസൂത്രകരെ അല്ലെങ്കിൽ ഇവരെ അയച്ച ആളുകളെ ഒരു പാഠം പഠിപ്പിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈ ഭീകരരെയും പിടികൂടുക, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അവർ ഈ കശ്മീരിന് ഒരു ടെറൈനൊക്കെ വെച്ച് ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഭൂപ്രദേശങ്ങളിലേക്ക് അവരുടെ സേഫ് ഹൈഡ് ഔട്ടുകളിലേക്ക് എത്തിക്കാണുമെന്ന് വേണമോ അനുമാനിക്കാൻ? അങ്ങനെ വിചാരിക്കരുത് അഭിലാഷ്. കാരണം അവിടുത്തെ ടെറൈൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇത്രയും അധികം ഡ്രോൺസിൻ്റെയും ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ കാടുകൾക്കുള്ള ഡേ ടൈമിൽ ഒരിക്കലും അവർക്ക് ഒരു സ്ഥലത്ത് മൂവ് ചെയ്യാൻ പറ്റുമെന്നത് എനിക്ക് തോന്നുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത്, ഇവരിവിടെ വന്നിട്ട് തന്നെ ഈ സിവിലിയൻസിൻ്റെ കൂടെ അവർ താമസിച്ചിട്ടുണ്ട് മാസങ്ങളോളം. അപ്പോൾ അവരവിടെ ആ സിവിലിയൻസിൻ്റെ ആ ലിങ്കുള്ള ലോക്കൽസുമായിട്ടുള്ള ലിങ്കുള്ള അതേ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഹൈഡ് ഔട്ടിലിരിക്കുകയായിരിക്കും. ദേ മൈറ്റ് ഈവൻ സ്റ്റേ ദർ 6 മാസമോ 8 മാസമോ ഇരിക്കും. പക്ഷേ എന്തെങ്കിലും പുറത്തു വരും. ഇതിൻ്റെ എല്ലാം സൂചനകൾ ആ ഇൻട്രോഗേഷൻ കാര്യങ്ങളൊക്കെ നടത്തി നമ്മളൊരു ദിവസം ഇവരെ പിടിച്ചിരിക്കും. ഇവരപ്പുറത്തോട്ട് കിടക്കാൻ ഇതുവരെ എനിക്ക് സാധ്യത കാണുന്നില്ല. കാരണം ഇതേ സംഭവം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി വധക്കേസിനകത്ത് പെട്ടെന്നുള്ള ഈ റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് 3 ദിവസത്തിനകത്ത് തിരിച്ചു പോകാൻ വിചാരിച്ചിരുന്ന കൊലയാളികൾക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല മദ്രാസിൽ നിന്ന്. അതുപോലുള്ളൊരു അവസ്ഥയിലായിരിക്കും ഇപ്പോൾ അവരിയ്ക്കുന്നത്. കാരണം ഇത് പെട്ടെന്നായിരുന്നു എസ്കലേറ്റ് ചെയ്ത് ഇത് ഇത്രയും വലിയൊരു രീതിയിലോട്ട് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പെട്ടെന്ന് സെക്യൂരിറ്റി അങ്ങ് ടൈറ്റ് ചെയ്തു. ഉണ്ടായിരുന്നതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവൻ പിക്കറ്റുകൾ വന്ന് കയറി, ആളുകൾ വന്ന് കയറി. സോ അത്ര ഈസി ആയിട്ട് അവന്മാർക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഡിസ്ഗൈസിനകത്ത് അവനെ കണ്ടു കഴിഞ്ഞാലൊന്നും നമുക്ക് ആ ഫോട്ടോയിൽ കാണുന്ന സമയത്ത് അവൻ താടിയും ഇതെല്ലാം പഠിച്ച് എങ്ങനെയെങ്കിലും പോകാമെങ്കിൽ, പക്ഷെ അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് അറിയപ്പെടാത്ത ആളുകൾ ഏതുവരെ പോവും എന്നുള്ളത്, ഏത് വഴിക്ക് അവനകത്തോട്ട് പോവും എന്നുള്ളതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ പോകുന്ന വഴികളെല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്കറിയാവുന്ന വഴികളെല്ലാം. പക്ഷേ ഒരു മനുഷ്യനാണ്, അത് സെക്യൂരിറ്റി ലാബ്സ് ഒന്നോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെയാണ് നമ്മൾ പിടിച്ചിരിക്കും. ബിക്കോസ് ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും കാശ്മീരി മിലിറ്റൻസ് രക്ഷപ്പെട്ടു പോയിട്ടില്ല. അവൻ 1 വർഷമല്ല 2 വർഷം കഴിഞ്ഞാലും അവനെ പിടിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ആ ഒരു ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് എനിക്ക് ആ ഒരു വിശ്വാസമില്ല ഇവൻ രക്ഷപ്പെട്ടു പോയിട്ട് നമുക്ക് വിഷമിക്കേണ്ടി വരുമെന്നുള്ളത്. എവിടെയായാലും അവനെ തുരത്തി പിടിച്ചിരിക്കും. യെസ്, എന്തായാലും നമുക്ക് ആ ദിവസം കൂടി കാത്തിരിക്കാം. 4 ഭീകരവാദികൾ അവർ ഇപ്പോഴും കാണാമറയത്തുണ്ട്. അവരെ കൂടി പിടികൂടുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, നീതി നടപ്പാക്കുക. ഇപ്പോൾ എന്തായാലും അന്ന് കരഞ്ഞ 22 ഏപ്രിൽ എന്നുള്ളത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് കണ്ണീരണിഞ്ഞ ദിവസമാണ്. ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ച് വളരെ മൃഗീയമായി ഭീകരവാദികൾ കൊന്നുകളഞ്ഞ ദിവസമാണ്. അതിന് ഭാഗികമായെങ്കിലും ഒരു പരിഹാരമോ ആശ്വാസമോ ഈ ടെറർ ക്യാമ്പുകൾ നടത്തിയിട്ടുള്ള ആക്രമണം നൽകുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ ഉത്തരവാദികളായ നേരിട്ട് ഇതിൽ പങ്കെടുത്ത ഭീകരവാദികളെ കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ദിവസത്തിലേക്ക് നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇതൊരു രാജ്യത്തിൻ്റെ പ്രതികരണമാണ്. നമ്മൾ ഈ സമയം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഈ വിഷയത്തിലുള്ള കവറേജ് അവസാനിക്കുന്നതില്ല, നോൺ സ്റ്റോപ്പായി തുടരുകയും ചെയ്യും ഇടവേളകളില്ല. ഇനി സിന്ദൂരം സംഹാരം എന്ന പ്രോഗ്രാം കാണാം.